നമ്മുടെ സംസ്ഥാനത്തെ ഗെയിംസാണ് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പ്രശസ്ത സാമൂഹ്യ നിരീക്ഷകനായ ശ്രീ ജോസഫ് സി മാത്യു സാറാണ്. അദ്ദേഹത്തിന് പെൻഷേഴ്സ് കൂട്ടായ്മയുടെ പേരിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഇവിടെ എത്തിച്ചേർന്ന ഓരോരുത്തർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ ഏതാനും വാക്കുകൾ കൂട്ടായ്മയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നിർത്താം. എല്ലാവരെയും സ്വാഗതം ആശംസിച്ചതിന് ശേഷം പറയാം എന്നുള്ളതുകൊണ്ടാണ് ആദ്യം സ്വാഗതം പറഞ്ഞത്. പ്രിയമുള്ളവരെ, പെൻഷേഴ്സ് കൂട്ടായ്മ രൂപം കൊണ്ടതും പ്രവർത്തനം ആരംഭിച്ചതും നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. പെൻഷൻ സുരക്ഷ എന്ന ഒറ്റ ലക്ഷ്യത്തിൽ മാത്രമാണ്. പെൻഷൻ സുരക്ഷയെ പറ്റി നിലവിലുള്ള ജീവനക്കാരുടെ സംഘടനകളോ ഏക പെൻഷൻ സംഘടനയോ അനങ്ങാതെ പിരിവുകൾ മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനൊരു സംഘടന ഉണ്ടായാൽ മതിയാവൂ എന്നുള്ള അനിവാര്യതയിൽ നിന്നാണ് പെൻഷേഴ്സ് കൂട്ടായ്മ രൂപം കൊള്ളുന്നത്. ഇങ്ങനൊരു സംഘടന ഉണ്ടായാൽ മതിയാവൂ. കാര്യം വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു KSRTC ആയി KCB പെൻഷേഴ്സിനും അലയേണ്ടി വരുന്നൊരവസ്ഥ സംജാതമാകും എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് പെൻഷേഴ്സ് കൂട്ടായ്മ രൂപം കൊണ്ടത്. പെൻഷേഴ്സ് കൂട്ടായ്മ രൂപം കൊണ്ടത് അന്ന് മുതൽ ഇന്ന് വരെ അതിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ സജീവമായിട്ട് തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. നമ്മൾ കഴിഞ്ഞ ഞാൻ പറഞ്ഞ പെൻഷേഴ്സ് കൂട്ടായ്മയുടെ സ്ഥാപക ലക്ഷ്യം പെൻഷൻ സുരക്ഷയാണെന്ന്. കഴിഞ്ഞ മാസം മാത്രം NCCI എന്ന പേരിൽ ഒരു ഗ്രൂപ്പായിട്ടുള്ള കുറെ സംഘടനകൾ, KSCB ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും സംഘടനകൾ വൈദ്യുതി ഫാനിന് മുന്നോട്ട് പോയി നോക്കിയാൽ അറിയാം, ഒരു വലിയ ഫ്ലക്സ് ബോർഡ് അടിച്ചു വെച്ചേക്കുന്നു. ആ ഫ്ലക്സ് ബോർഡിലെ ഒന്നാമത്തെ ആവശ്യം അവർ പറഞ്ഞ ഒന്നാമത്തെ ആവശ്യമല്ല, മൂന്നാമത്തെ ആവശ്യത്തോടെ അവർ 3 ആവശ്യം പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ ആവശ്യത്തോട്ട് തുടങ്ങാം. മൂന്നാമത്തെ ആവശ്യം എന്ന് പറയുന്നത് ശമ്പള പരിഷ്കരണത്തിൻ്റെ അംഗീകാരം എത്രയും വേഗം ലഭിക്കുക എന്നുള്ളതാണ്. പ്രിയമുള്ളവർ, 2013 നടത്തേണ്ട ശമ്പള പരിഷ്കരണം 2016 നടത്തിയത്. ശമ്പള പരിഷ്കരണത്തിൻ്റെ അംഗീകാരം വാങ്ങിക്കേണ്ടത് മുൻകൂട്ടിയാണ് അംഗീകാരം വാങ്ങിക്കേണ്ടത്. 2013 മുതൽ 2016 വരെ ഇവിടെ നിവേദനം പറ്റിക്കൊടുത്ത സംഘടനകൾ എന്തുകൊണ്ട് മുൻകൂട്ടി അനുവാദം വാങ്ങിച്ചില്ല? പോകട്ടെ, 94 അംഗീകാരം വാങ്ങിക്കുന്നത് ഒരു ശമ്പള പരിഷ്കരണം കഴിഞ്ഞ് അടുത്ത ശമ്പള പരിഷ്കരണത്തിന് മുമ്പാണ് അംഗീകാരം വാങ്ങിക്കുന്നത്. 2016 ശമ്പള പരിഷ്കരണം കഴിഞ്ഞിട്ട് 5 കൊല്ലം കഴിഞ്ഞിട്ടും ആ അനുമതി വാങ്ങിക്കാൻ 2018 ശമ്പള പരിഷ്കരണം നടന്നത് 2021 ആ അംഗീകാരം വാങ്ങിക്കാൻ ഈ ഭരണപക്ഷ സംഘടനകൾ എന്ന് പറയുന്ന സംഘടനകൾക്ക്, നമ്മുടെ റഫറൻഡിനകത്ത് ഭൂരിപക്ഷം കിട്ടിയെന്ന് പറഞ്ഞ സംഘടനകൾക്ക്, ശക്തരായ ഓഫീസർമാരുടെ സംഘടനകൾക്ക് എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്നുള്ളത് ഇപ്പോൾ കൂട്ടായ്മ ഇങ്ങനെ പ്രക്ഷോഭ പരിപാടികളുമായിട്ടും കോടതി നടപടികളായിട്ട് പോയി പെൻഷൻ സംരക്ഷണം ഏകദേശം ഉറപ്പാകുമെന്നുള്ള ഒരു ഘട്ടം വന്നപ്പോൾ ഈ സെപ്റ്റംബർ മാസത്തിൽ മാത്രമാണ് അവര് ഒരു മുദ്രാവാക്യമായിട്ട് ഇറങ്ങിയത്. പെൻഷൻ പേര് വിഷയത്തിൽ അംഗീകാരം വാങ്ങിക്കണം. നാളെ എത്ര നാൾ വാങ്ങിക്കാൻ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അംഗീകാരം കിട്ടാതെ പോയത്? അത് വ്യക്തമാക്കണം. അതിനുവേണ്ടി ശമ്പള പരിഷ്കരണത്തിന് മുൻകൂർ അനുമതി വാങ്ങിയില്ല, അതിനുശേഷം അനുമതി വാങ്ങിയില്ല. ഏതൊരു ഓഡിറ്റിലായാലും റെഗുലേറ്ററി കമ്മീഷന്റെ ഓഡിറ്റിലായാലും പ്രത്യേകം പറഞ്ഞ റെഗുലേറ്ററി കമ്മീഷൻ 1 മാസത്തെ അനുവാദം കൊടുത്താണ് ശമ്പള പരിഷ്കരണത്തിന് അനുവാദം വാങ്ങാൻ. ഇതുവരെ കഴിഞ്ഞില്ല. രണ്ടാമത്തെ അവരുടെ ആവശ്യം നവംബർ 1-ാം തീയതി എത്തിയ ഓർഡറുകൾ ക്യാൻസൽ ചെയ്യുക എന്നുള്ളതാണ്. 2023 നവംബർ 1-ന് ഡ്യൂട്ടി പിൻവലിച്ചുകൊണ്ടുള്ള ഓർഡർ. പ്രിയമുള്ളവരെ, അതിനും 6 മാസം മുമ്പ് 2023 ജനുവരി മാസത്തിൽ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ അദ്ദേഹത്തിന്റെ ബജറ്റ് ചർച്ചയ്ക്ക് KSCBയുടെ ഡ്യൂട്ടി തിരിച്ചെടുക്കും എന്നുള്ള അറിയിപ്പ് കിട്ടിയപ്പോൾ, ചർച്ചയ്ക്കൊരു അറിയിപ്പ് കിട്ടിയപ്പോൾ കൂട്ടായ്മ ഈ ഓരോ സംഘടനകളെ അറിയിച്ചാണ്, KSCBയുടെ നേതൃത്വത്തെ അറിയിച്ചാണ്
ഓഫീസർമാരെ അറിയിച്ചാണ്, ബഹുമാനപ്പെട്ട മന്ത്രി അറിയിച്ചാണ്. അന്നൊക്കെ ഈ സംഘടന പറഞ്ഞു ഈ ഒരു ഗവൺമെന്റ് ഭരിക്കുന്ന സമയത്ത് അങ്ങനൊരു സംഭവം ഉണ്ടാകില്ല. എന്നാൽ കൂട്ടായ്മ നിർത്തിയിരുന്നില്ല. കൂട്ടായ്മ ധനകാര്യ വകുപ്പിനെ കണ്ടു, 2 പ്രാവശ്യം ധനകാര്യ വകുപ്പ് കണ്ടു. ബഹുമാനപ്പെട്ട അന്നത്തെ പ്രസിഡന്റ് റാവുത്തർ സാറ് കൊല്ലത്ത് പോയി അദ്ദേഹത്തിന്റെ വസതിയിൽ പോയി അരമണിക്കൂർ കൂടുതൽ ചർച്ച ചെയ്തിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചത്. ഈ സംഘടന ഒന്നും അന്ന് യാതൊരു വാക്കും അറിയില്ല. അത് കഴിഞ്ഞ് ബജറ്റ് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് നിയമസഭയിൽ അത് അവതരിപ്പിച്ചു. ഈ അവതരിപ്പിച്ചപ്പോൾ അതാണ് രാഷ്ട്രീയ തീരുമാനം. ആ രാഷ്ട്രീയ തീരുമാനത്തെ എതിർക്കാൻ തക്കൂറ്റുള്ള ഏതെങ്കിലും സംഘടനകളൊന്നും ഉണ്ടായിരുന്നോ? കൂട്ടായ്മ അതിനും പിന്മാറിയില്ല. കൂട്ടായ്മ അതിനകത്ത് എല്ലാ നിയമസഭാ സാമാജികർക്കും കത്ത് കൊടുത്തുകൊണ്ട് മന്ത്രിയെ വീണ്ടും കണ്ടുകൊണ്ട് നമ്മൾ ശക്തമായ പ്രക്ഷോഭരംഗത്ത് നിന്നു. അതുകൊണ്ട് നടന്നില്ല. ബജറ്റ് പാസ്സായി കഴിഞ്ഞിട്ട് നമ്മൾ പിന്മാറിയില്ല. നമ്മൾ നമ്മുടെ നിവേദനങ്ങളും നമ്മുടെ സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് പോയി. അത് കഴിഞ്ഞ ശേഷം നമ്മുടെ പെൻഷൻ മുടങ്ങും എന്നുള്ളൊരവസ്ഥ വന്നപ്പോഴാണ് ആഗസ്റ്റ് 6-ാം തീയതി നമ്മൾ കേസ് കൊടുത്തത്. അത് ഡ്യൂട്ടിക്ക് വേണ്ടി ആയിരുന്നില്ല. കേസ് കൊടുത്തപ്പോൾ നമുക്ക് വളരെ അനുകൂലമായ വിധിയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ വിധിയിൽ നിന്നുണ്ടായത്. അനുകൂലമായ വിധിയിൽ 1 മാസത്തിനകം നമ്മൾ വീണ്ടും അപേക്ഷ കൊടുക്കണമെന്നും 4 മാസത്തിനകം ഇതുവരെ 2013 തുടങ്ങിയ പെൻഷൻ ട്രസ്റ്റിൽ ഇന്ന് വരെ 1 രൂപ പോലും വിട്ടിട്ടില്ല എന്നുള്ള മനസ്സിലാക്കിക്കൊണ്ട് ഗവൺമെന്റ് ഒരു തീരുമാനം എടുക്കണമെന്നാണ് പറഞ്ഞത്. പ്രിയമുള്ളവര്, നമ്മളെ നവംബർ മാസം 1-ാം തീയതി നമ്മളെ ചർച്ചയ്ക്ക് വിളിച്ചു. നമ്മളെയും ACBയെയും ഗവൺമെന്റ് മാത്രം ഉള്ള ചർച്ചയ്ക്കാണ് വിളിച്ചത്. ആ ചർച്ചയിൽ തിരികെ കയറാൻ, മുഴുവൻ കയറാൻ ഈ സംഘടന ശ്രമിക്കുകയും അതിന്റെ കോപ്പി, അവരുടെ ലെറ്ററിന്റെ കോപ്പി നമ്മൾ വിവരാവകാശ പത്രം വാങ്ങിച്ച് നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. ആ ചർച്ച കലക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു. പക്ഷേ നമ്മൾ വളരെ വിദഗ്ധമായിട്ട് നമ്മൾ അഡീഷണൽ ചീഫ് സെക്രട്ടറി ചോദിച്ച എല്ലാ റെക്കോർഡുകളും നൽകിക്കൊണ്ട് നമ്മൾ ആ ചർച്ച നമ്മൾ വിജയകരമായിട്ട് നടത്തി. ഹിയറിംഗ് നമ്മൾ വിജയകരമായിട്ട് പൂർത്തിയാക്കി. പക്ഷെ അന്ന് വൈകുന്നേരം രാത്രിയിൽ 12 മണിയായപ്പോൾ ഡ്യൂട്ടി പിൻവലിച്ചുകൊണ്ടുള്ള ഓർഡർ വന്നു. പ്രിയമുള്ളവരെ, ഡ്യൂട്ടി പിൻവലിച്ചുകൊണ്ട് ഓർഡർ വന്നതിന് ശേഷം ഈ സംഘടനകൾ ഏതെങ്കിലും സംഘടന അടങ്ങിയിട്ടുണ്ടോ? നമ്മൾ അതിന്റെ അക്ഷരം പ്രതി ആ ഡ്യൂട്ടി നമ്മൾ വിശകലനം ചെയ്തു. വിശകലനം ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഒരു 650 എന്നൊരു ക്ലോസ് കണ്ടു. ആ ക്ലോസ് വളരെ വിനാശകരമായ ആ ക്ലോസ്, അത് പെൻഷൻ മുടങ്ങും എന്നുള്ള അവസ്ഥ വന്നപ്പോൾ നമ്മൾ കേസ് കൊടുത്തു. നമ്മൾ നവംബർ മാസം 13-ാം തീയതി കേസ് കൊടുത്ത് അതിന്റെ വിധി സസ്പെൻഡ് ചെയ്തിട്ടുള്ള വിധി വന്നതിന് ശേഷമാണ് അതിന്റെ 16 ക്ലോസ് അവർ കാണുന്നത്. ഒരാളും അതിന് അംഗീകരിച്ചില്ല. പ്രിയമുള്ളവർ, നമ്മുടെ ആദ്യത്തെ കേസിൽ നമ്മൾ കോടതി അലക്ഷൻ കൊടുത്തു. 1 വർഷമായിട്ട് അതിന്റെ തീരുമാനമാകാത്ത നമ്മൾ കോടതി അലക്ഷൻ കൊടുത്തു. കോടതി അലക്ഷൻ കൊടുത്തപ്പോൾ സെപ്റ്റംബർ 6-ാം തീയതി അതിന് ഒരു വിധി ഉണ്ടാകും എന്ന്, അതിന്റെ ഓർഡർ അടക്കം എന്ന് നമ്മളെ അഡീഷണൽ ചീഫ് സെക്രട്ടറി വിളിച്ചറിയിക്കുകയും നമ്മൾ ആ വിധിക്ക് വേണ്ടി കാത്തിരുന്നു, ആ ഓർഡറിന് വേണ്ടി കാത്തിരുന്നു. ആ ഓർഡർ ഇറങ്ങി. ആ ഓർഡർ ഇറക്കിയത് ഓർഡർ ഗവർണർ എന്ന് പറഞ്ഞാണ് ഇറക്കിയത്. അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ ഓർഡർ അല്ല അത്. ആ ഓർഡറിനെ അന്നും അവർ കണ്ടില്ല. അത് കഴിഞ്ഞിട്ട് ഓർഡർ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഈ സെപ്റ്റംബർ മാസമായപ്പോൾ അവർ വീണ്ടും ഇറക്കിയത് 6-1 ഓർഡർ ക്യാൻസൽ ചെയ്യണം. പെൻഷൻസ് കൂട്ടായ്മ ഒരു കാരണവശാലും ആ ഓർഡർ ക്യാൻസൽ ആകാൻ അനുവദിക്കില്ല. അതിന് ഏതൊക്കെ വരെയും ആ ഓർഡർ നടപ്പിലാക്കാൻ ചെയ്യും. കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൻഷൻസ് കൂട്ടായ്മ ഒത്തിരി ജോലി ചെയ്ത്, ഒത്തിരി ചർച്ചകൾ നടത്തി, ഒത്തിരി പ്രവർത്തനങ്ങൾ നടത്തി ആണ് ആ ഓർഡർ സമ്പാദിച്ചത്. ആ മാസ ട്രസ്റ്റ് പ്രസ്താവിക്കാനും KCB പെൻഷൻസിന്റെ പെൻഷൻ നിലനിർത്താനുള്ള ആ ഓർഡറിനകത്ത് ഒരു കാരണവശാലും പെൻഷൻസ് കൂട്ടായ്മ പുറത്തേക്ക് പിന്നോട്ട് പോകില്ല. ഓർഡർ നടപ്പാക്കും. ഇന്ന് ആ ഓർഡർ ക്യാൻസൽ ചെയ്യണമെന്ന് പറയാം. ഗവൺമെന്റ് ഓർഡർ ക്യാൻസൽ ചെയ്യണം. നാളെ അത് പറഞ്ഞടക്കാൻ അന്തസ്സുണ്ടെങ്കിൽ ഇതെല്ലാം നിർത്തിയിട്ട് ബാക്കിയുള്ള പെൻഷൻ സംരക്ഷിക്കാനുള്ള ശ്രമം നടത്തുക. പ്രിയമുള്ളവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അനേകം പേർ നമ്മുടെ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് സംസാരിക്കാനുണ്ട്. ഏകദേശം ഉടനെ തന്നെ ജോസഫ് സി മാത്യു സാർ ഇവിടെ എത്തും. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ ഏതാണ്ട് 3 വർഷക്കാലത്തെ പ്രവർത്തനം അബോധപൂർവമായിരുന്നു എന്നുള്ളതിനൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഊർജ്ജസ്വലമായുള്ള നമ്മുടെ പ്രവർത്തനം കണ്ട്
നമ്മളോട് സഹകരിക്കാനും നമ്മളോട് പങ്കാളികളാകാനും വൈദ്യുതി ബോർഡിൽ നിന്നും നമ്മൾ റിട്ടയർ ചെയ്ത സമൂഹത്തിൽ നിന്നും വളരെയധികം പ്രോത്സാഹനം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മൾ വളരെ ക്രിയാത്മകമായ എല്ലാ പ്രവർത്തനങ്ങളിലും ശക്തമായ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതുകൊണ്ട് തീരുന്നില്ല. നമ്മളുടെ പ്രശ്നങ്ങൾ എങ്ങും എത്തിയിട്ടില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ അടുത്ത സ്റ്റേജിലേക്ക് കടക്കുന്ന ഒരു ദിവസമായാണ് നമ്മൾ ഇതിനെ കണക്കാക്കുന്നത്. വളരെ ജാഗ്രതാ സദസ്സ് എന്ന പേരിൽ സംസ്ഥാനത്തിന്റെ എല്ലാ ജില്ലകളിലും നമ്മളുടെ സന്ദേശം എത്തിക്കാനായിട്ട് ഈ സമയം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം പെൻഷൻ സുരക്ഷ എന്നുള്ളതാണ് മുഖ്യമായ മുദ്രാവാക്യം. അതിനുവേണ്ടി പ്രവർത്തിക്കുക. പെൻഷൻ സുരക്ഷ എന്ന് ഉദ്ദേശിക്കുമ്പോൾ തന്നെ ഈ സ്ഥാപനത്തിന് സാമ്പത്തിക സുരക്ഷയാണ് നമ്മുടെ മുന്നിലുള്ള പ്രധാന പ്രശ്നം. സാമ്പത്തിക സുരക്ഷിതമായ ഈ സ്ഥാപനത്തിന് പ്രവർത്തനങ്ങൾ വേണം. മാസ്റ്റർ ട്രസ്റ്റിലേക്ക് ഫണ്ട് നിക്ഷേപിക്കാനും നമ്മളുടെ ട്രസ്റ്റ് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാനും ഉള്ള അവസരം ഉണ്ടാകേണ്ടത്. അതിനുവേണ്ടി നമ്മൾ വളരെയധികം ശക്തമായ ഇടപെടലുകൾ ഇതേവരെ ഇവിടുത്തെ തൊഴിലാളി സംഘടനകളോ മറ്റു സംഘടനകളോ പെൻഷൻ സംഘടനകളോ ചെയ്യാത്ത രീതിയിലുള്ള നടപടികൾ നമ്മൾ സർക്കാർ തലത്തിലാവട്ടെ കോടതി ഇടപെടലിലൂടെ ആകട്ടെ നമ്മൾ നടത്തുകയും അതിനനുസരിച്ചുള്ള ഉത്തരവുകൾ നമ്മൾ നേടുകയും ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഇനി സവിസ്തരം നമ്മളുടെ വിഷയം അവതരിപ്പിക്കുമ്പോൾ ആൾക്കാരെ സംസാരിക്കും. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എങ്കിൽ പോലും നമ്മൾ വളരെ ജാഗ്രതയോടെ തന്നെ മുന്നോട്ട് നീങ്ങേണ്ട അവസരമാണ് എന്ന് എല്ലാവരെയും ബോധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. മാധ്യമങ്ങളും മറ്റുള്ളവരും പറയുന്നത് പോലെ ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻഡിച്ചർ, അതായത് നമ്മുടെ പെൻഷനും ശമ്പളവും ഒന്നുമല്ല സ്ഥാപനത്തിന്റെ സാമ്പത്തിക തകരാറിലാക്കുന്നത്. നമുക്കറിയാം കൂടി വരുന്ന വൈദ്യുതി വാഹന ചെലവുകൾ തന്നെയാണ്. അപ്പൊ അത് കുറച്ചുകൊണ്ട് വരും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കേണ്ടത്. അതുപോലെ തന്നെ പണം ചോദിക്കുന്ന മറ്റു വഴികളും അടങ്ങേണ്ടതുണ്ട്. നമ്മൾ അതിനുവേണ്ടി ചില ക്രിയാത്മക നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. 30 വർഷം മുമ്പ് ഉടമ്പടി വെച്ച മണിയാർ പദ്ധതി, അത് വളരെ ലാഭകരമായി നമുക്ക് വളരെ 1 രൂപയിൽ താഴെയുള്ള ചെലവിൽ വൈദ്യുതി കിട്ടാവുന്ന പദ്ധതി, അതിന്റെ ഉടമ്പടി കാലാവധി തീരുകയാണ്. എങ്കിൽ പോലും അത് ഏറ്റെടുക്കാനുള്ള വിമുഖത സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നമ്മുടെ സ്ഥാപനത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ കായംകുളം താപനിലയുമായി ബന്ധപ്പെട്ടുള്ള കരാർ അതും ഈ 2025 അവസാനിക്കും. അത് വീണ്ടും നീട്ടിക്കൊണ്ടു പോകുക എന്നുള്ളത് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും മറ്റു പല ഏജൻസികളുടെയും ആവശ്യമാണെങ്കിൽ പോലും വൈദ്യുതി ബോർഡിന് അതിന് ലാഭകരമായ രീതിയിൽ അതിന് ഒഴിവാക്കാനുള്ള സംവിധാനം നമുക്ക് വേണ്ടതുണ്ട്. നമ്മുടെ ഉദ്ഘാടകനായ ശ്രീ ജോസഫ് സി മാത്യു സാർ എത്തിയിട്ടുണ്ട്. സാർ നമ്മുടെ ഭരണഘടന ദൈവസാധനത്തിന് ശേഷം ആയിരിക്കും നമ്മുടെ പരിപാടികൾ ആരംഭിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ നമുക്ക് പൊതുസമൂഹത്തിന് മുന്നിലും അതേപോലെ തന്നെ വൈദ്യുതി ബോർഡിന്റെ മുന്നിലും റെഗുലേറ്ററി കമ്മീഷന് മുന്നിലും എത്തിക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായി ഇത്തരം കാര്യങ്ങൾ വളരെ അവഗാഹമായും ഒപ്പം വളരെ അനലൈസ് ചെയ്തും സംസാരിക്കുന്ന നമ്മുടെ പ്രിയ ഉദ്ഘാടകൻ എത്തിയിട്ടുണ്ട്. സമയം 11 മണി ആയതുകൊണ്ട് നമ്മള് ഭരണഘടന ദിവസാചരണത്തിന് വേണ്ടി ശ്രീ AG സുരേഷ് കുമാറിനെ ക്ഷണിക്കുന്നു. 11 മണി ആയിട്ടുണ്ട്. 11 മണിയായി. ഭരണഘടന അതിനെ സംരക്ഷിക്കേണ്ട നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ ഭരണഘടനാ ദിവസാചരണം നമ്മൾ നടത്തുന്നു. ഭാരതത്തിന്റെ ഭരണഘടനയുടെ ആമുഖം ശ്രീ KG സുരേഷ് കുമാർ, ജില്ലാ പ്രസിഡന്റ് സഖ്യവേദി കൺവീനർ പറയും. നമ്മളത് ഇടവിട്ട് ഏറ്റ് പറയുന്നതാണ്. കൈനീട്ടിക്കൊണ്ട് ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും അതിലെ പൗരന്മാർക്കെല്ലാം സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിക്കും ചിന്തയ്ക്കും ആശയത്തിനും
വിശ്വാസത്തിനും മതനിഷ്ഠയ്ക്കും ആരാധനയ്ക്കും ഉള്ള സ്വാതന്ത്ര്യം പദവിയിലും അവസരത്തിലും സമത്വം സംപ്രാപ്തമാക്കുവാനും അവർക്കെല്ലാം ഇടയിൽ വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് സാഹോദര്യം പുലർത്തുവാനും സഗൗരവം തീരുമാനിച്ചിരിക്കാൻ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ 1949 നവംബർ 26 ദിവസം ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. ജനഗണമന അധിനായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത പഞ്ചാബ് സിന്ധു ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കല ഗംഗ ഹിമാചൽ യമുന ഗംഗ ഉത്കല ജലധി തരംഗ തവ ശുഭ നാമേ ജാഗേ तव शुभाशिष मागे गाहे तव जय गाथा जन गण मन गायक जय हे भारत भाग्य विधाता जय जय ബഹുമാന്യനായ ഈ യോഗ അധ്യക്ഷൻ ശ്രീ ജെയിംസൺ ഡേവിഡ് നമ്മുടെ സംഘടനാ പ്രസിഡന്റ്, നമ്മുടെ ആരാധനായ നമ്മുടെ വിശിഷ്ടാതിഥി ഇന്നത്തെ ഉദ്ഘാടകൻ ശ്രീ ജോസഫ് സി മാത്യു സാർ, നമ്മുടെ ജനറൽ സെക്രട്ടറി, മറ്റ് സംഘടനയുടെ സംസ്ഥാന ഭാരവാഹികളെ, കൂട്ടായ്മ കുടുംബാംഗങ്ങളെ, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കഴിഞ്ഞ ഒരു മാസക്കാലമായി നമ്മുടെ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി നടത്തിവന്ന ജാഗ്രതാ സദസ്സുകളുടെ ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായി ഇവിടെ നമ്മുടെ ബഹുമാന്യനായ ശ്രീ ജോസഫ് സി മാത്യു സാർ ഇവിടെ കൃത്യസമയത്ത് തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ പ്രത്യേകിച്ച് നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. വിവിധ മാധ്യമങ്ങൾ വഴി കേരളത്തിലെ വിവിധ വികസന രംഗങ്ങളെ അദ്ദേഹം ഇടപെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ച് പൊതുജനങ്ങളുടെ ഇടയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. തന്നെയുമല്ല, മുൻ VS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് സർക്കാരിന്റെ അല്ലെങ്കിലും ശ്രീ VS അച്യുതാനന്ദന്റെ സാങ്കേതിക ഉപദേഷ്ടാവായി അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. സാങ്കേതിക രംഗത്തും സാമൂഹ്യ രംഗത്തും എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായങ്ങളുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മള് അദ്ദേഹത്തെ ഈ സദസ്സ്, കാരണം ഇത് ബോർഡിലെ പെൻഷൻകാരുടെ മാത്രമല്ല, നമ്മുടെ ഉപഭോക്താക്കൾക്ക് പോലും ആവശ്യമായി വരുന്ന ചില കാര്യങ്ങളുമായാണ്, അതുപോലെ തന്നെ നമ്മുടെ ജീവനക്കാരുടെ ചില കാര്യങ്ങളുമായാണ് നമ്മൾ രംഗത്തെത്തിയിട്ടുള്ളത്. ഈ ഭരണത്തിൽ അദ്ദേഹത്തെ നമുക്ക് ലഭിച്ചത് വളരെയേറെ സന്തോഷം നിറഞ്ഞൊരു കാര്യമാണ്. ഞാൻ കൂടുതലായി നീട്ടുന്നില്ല. ഈ സദസ്സിന്റെ സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനത്തിനായി നിങ്ങളെ എല്ലാം അംഗീകാരത്തോടെ അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലും സദസ്സിനുമുള്ള ബഹുമാന്യൻ, KCB പെൻഷനേഴ്സിന്റെ കൂട്ടായ്മ ഞാൻ മനസ്സിലാക്കിയത്, ഇതിനോട് പല തവണ ഞാൻ സംസാരിക്കുകയും
മറ്റും ചെയ്തിരുന്നു മനസ്സിലാക്കിയത് ഞങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ ഒരു ജാഗ്രതാ സദസ്സ് നടത്തി. ഈ വിഷയങ്ങളെ കുറിച്ച് കൂടുതൽ ജാഗ്രതയുള്ളവരായിരിക്കാൻ നിങ്ങൾ പ്രതിജ്ഞ ചെയ്തു. ഇപ്പോ അതിന്റെ ഒരു സമാപന സമ്മേളനം ഇവിടെ നടക്കുന്നു. അതോടൊപ്പം ഒരു സമര പരിപാടികളുടെ ഉദ്ഘാടനവും നടക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കി. ഞാൻ ഈ സമ്മേളനം ഔപചാരികതയുടെ പേരിൽ ആദ്യം തന്നെ ഉദ്ഘാടനം ചെയ്തതായി മനസ്സിലായി. പെൻഷനേഴ്സിന്റെ ഒരു കൂട്ടായ്മ, ഞാൻ ആദ്യം തന്നെ പറയുന്നത് ജാഗ്രതാ സദസ്സിന്റെ സമാപനമായിരിക്കാം, പക്ഷെ ജാഗ്രത അതിന്റെ ഉദ്ഘാടനമേ ആകുന്നുള്ളൂ. തുടർന്നും വളരെ ജാഗ്രതയോടുകൂടി ഇരുന്നാൽ മാത്രമേ നമ്മളുടെ സ്വന്തം അവകാശങ്ങൾ പോലും നേടാൻ പറ്റൂ എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുക. നമ്മള് ഭരണഘടനയുടെ ഒരു മൂല്യത്തെ കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ഒരു സമയം, മറ്റ് ഒരു വർഷവും ഇല്ലാത്തതിലധികം, മറ്റ് മുൻ വർഷങ്ങളിലില്ലാത്ത അധികം അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം. നേരത്തെ അതിനെക്കുറിച്ച് വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് 100-ലധികം ഭേദഗതികൾ നമ്മൾ തന്നെ ഭരണഘടനയ്ക്ക് വരുത്തിയിട്ടുള്ളത്. പക്ഷെ ഇപ്പോ വിമർശനങ്ങളും ഭേദഗതികൾക്കും അപ്പുറത്ത് ഇത് തന്നെ എടുത്തു കളയണം എന്നുള്ള ഭരണഘടന ആവശ്യമില്ല. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ളത് ഭരണഘടന എന്നുള്ളത് ഒരു തെറ്റായ പരിഭാഷയാണെന്നാണ്. ഇത് നമ്മുടെ നിർമ്മാണ ഘടനയാണ്. വി ആർ കോൺസ്റ്റിറ്റ്യൂട്ടഡ് ദിസ് വേ. ഈ ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നമ്മളെ തന്നെ നിർമ്മിച്ചിരിക്കുന്നത് ഈ രീതിയിൽ. നമ്മുടെ നിർമ്മാണ ഘടനയെ ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ രാഷ്ട്ര നിർമ്മിതിയോടുള്ള അക്ഷരാർത്ഥത്തിൽ തന്നെ രാഷ്ട്രവിരുദ്ധമായിട്ടുള്ള ഒരു പ്രവർത്തനം. അപ്പൊ അത് ചോദ്യം ചെയ്യുന്ന ശക്തികൾ ഈ രാജ്യത്ത് അധികാരത്തിൽ വന്നിരിക്കുന്നു എന്നുള്ളത് ഒരു ഇന്നത്തെ അവസ്ഥയാണ്. അപ്പൊ ആ ഘട്ടത്തിലാണ് ഇതിനെ തന്നെ വിമർശിക്കുകയാണെന്നുള്ള പേരിൽ സംരക്ഷിക്കേണ്ടവരും കൂടെ കുന്തം കുളച്ചൊക്കെ അവഗണിക്കുന്നത്. അതായത് ഒന്നും ഈ കാര്യങ്ങൾ തീരെ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ എന്തൊക്കെയോ വായിൽ തോന്നിയത് മോളാക്കി വാർത്തകൾ പറയുന്നത് പോലെ വിളിച്ചു പറയുന്നവരുടെ കയ്യിൽ ഭരണം നിർഭാഗ്യവശാലേ ഞാൻ സപ്പോർട്ട് ചെയ്യും. അതിന് അപവാദങ്ങളൊക്കെ ഉണ്ടാവാം. ഞാനൊരു പാർട്ടിയെ കുറിച്ച് മാത്രമൊന്നും പറയും. അപ്പൊ ആ സമയത്ത് ജനങ്ങളുടെ ജാഗ്രതയ്ക്ക് വളരെ വലിയ അർത്ഥമുണ്ട് എന്നും കൂടിയാണ്. ഇന്നിപ്പോ സുപ്രീം കോടതിയുടെ വിധി, അങ്ങനത്തെ പല കാര്യങ്ങൾ നമുക്ക് ഊർജം പകരുന്ന കാര്യങ്ങളും മറക്കുന്നുണ്ട് എന്നുള്ളത് വിസ്മരിച്ചുകൊണ്ടല്ല വിഷയം. അതല്ലാത്തതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. പക്ഷെ നമ്മളത് വളരെ ജാഗ്രതയോടുകൂടി ചിന്തിക്കേണ്ട ഒരു കാര്യം. ഈ പെൻഷനേഴ്സ് സംഘടിക്കുകയും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംഘടിക്കുകയും ജാഗ്രതയോടിരിക്കുകയും സമരത്തിൽ ഇറങ്ങുകയും ചെയ്യേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അത് ഒരു സ്ഥാപനത്തിലാണെങ്കിൽ, ഇപ്പൊ KSEBയുടെ കാര്യമാണെങ്കിൽ അത് KSEBയുടെ നിലവിലുള്ള ജീവനക്കാർ, തൊഴിലാളി സംഘടനകൾ അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കാത്തത് കൊണ്ടാണ് എന്നാണ് എന്റെ അഭിപ്രായം. നമ്മള് നിങ്ങളെ വയോജനം എന്ന് വിളിക്കുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം, പക്ഷെ നമ്മുടെ സമൂഹത്തിൽ സീനിയർ സിറ്റിസൺ എന്ന് പറഞ്ഞാൽ അവരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നിയമപരമായി തന്നെ ബാക്കിയുള്ള ബാധ്യതയായി തീരുമാനിക്കപ്പെട്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ. പ്രായമായവരെ സംരക്ഷിക്കുക എന്നുള്ളത് നിയമപരമായ ബാധ്യതയാണ്. അപ്പൊ നമ്മള് ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ, അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിൽ മാത്രമല്ല സ്ഥാപനങ്ങളിലെല്ലാം, ഞാൻ അതാണ് പറയാൻ വന്നത്, ഇതൊരു പൊതു നയത്തിന്റെ ഭാഗമായിട്ട് കൂടി സംഭവിക്കുന്നതാണ്. അപ്പൊ അത് അങ്ങനെ പെൻഷൻ പറ്റിയവർ തന്നെ അവരുടെ പെൻഷൻ കിട്ടാൻ വേണ്ടി അവരതിന്റെ ഒരു എങ്ങനെ അത് വേണമെന്ന് ആവശ്യപ്പെടുക, സമരം ചെയ്യാന്ന് മാത്രമല്ല, ഇതെങ്ങനെ പ്രായോഗികമായി നടത്തിയെടുക്കാമെന്നുള്ളത് ചിന്തിച്ച് ഒരു സൊല്യൂഷനുമായി ഇവരുടെ മുന്നിലേക്ക് ചെല്ലേണ്ടി വരിക എന്ന് പറയുന്നത് സത്യത്തിൽ ഈ നിലവിലുള്ള തൊഴിലാളികൾ, അതായത് നാളത്തെ പെൻഷനേഴ്സ്, അവര് തീർച്ചയായിട്ടും അവരുടെ പരാജയമായി വിലയിരുത്തി അന്വേഷിക്കേണ്ട കാര്യമാണ്. നിയമപരമായി തന്നെ അവരുടെ ബാധ്യതയാണ്
ഒരാൾ അവരുടെ പിതാവിനെ മാതാവിനെ അല്ലെങ്കിൽ അവരുടെ വീട്ടിലെ മുതിർന്ന ഒരാളെ നോക്കേണ്ടത് അവരുടെ ബാധ്യതയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ രാഷ്ട്രീയ സംഘടനകൾക്ക് ഇവിടെ നിലവിലുള്ള തൊഴിലാളികൾക്ക് അത് അവരുടെ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായി കാണേണ്ട ബാധ്യതയുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ പെൻഷന്റെ കാര്യം നമ്മൾ ഇങ്ങോട്ട് വരുന്ന കരാർ തൊഴിലാളികളുടെ സമരം കണ്ട് അവര് കഴിഞ്ഞ ദിവസം അവര് വിളിക്കുക ആവശ്യങ്ങളൊക്കെ പറയുകയും ചെയ്തു. നമ്മൾ ആലോചിക്കേണ്ട കാര്യം ഈ സ്ഥാപനത്തെ എങ്ങനെയാണ് പെൻഷൻ തന്നെ ഇപ്പൊ നിങ്ങൾ സംസാരിക്കുന്നതിൽ സ്റ്റാറ്റ്യൂട്ടറി പെൻഷനും കോൺട്രിബ്യൂട്ടറി പെൻഷൻകാരും ഒരു വിഷയം ഉണ്ടാവാൻ എങ്ങനെയാണ് ഇത് കടന്നത്? കേരളം പോലെ ഇടതുപക്ഷത്തിന് ഇത്രയധികം വേരോട്ടമുള്ള മണ്ണിൽ ട്രേഡ് യൂണിയനുകളുടെ അതിപ്രസരമൊന്നും സംഘടിത ശക്തിയുമാണ് കേരളത്തിന്റെ വികസനത്തിന് തടസ്സം നിന്നത് എന്ന് പറയുന്ന ഒരു മണ്ണിൽ KSEB പോലെ ഇത്ര സുസംഘടിതമായിട്ടുള്ള തൊഴിലാളി നേതാക്കന്മാർ അവരുടെ ഈറ്റില്ലമായി കരുതിയിരുന്ന ഒരു പ്രസ്ഥാനമാണ്. പേരുകൾ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ബാലാനന്ദൻ, ലോറൻസ്, ഇങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരുപാട് പേരുകളുണ്ട്. ഈ ഒരു പ്രസ്ഥാനത്തിന്റെ മുന്നിൽ എങ്ങനെയാണ് ഔട്ട്സോഴ്സിങ്ങിലൂടെ കൂടുതൽ തൊഴിലാളികൾ കടന്നു വരുന്നത്? ആ തൊഴിലാളികളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, അവരോട് എനിക്ക് അനുഭവമുണ്ട്. കാരണം നമ്മുടെ രാജ്യത്തെ തൊഴിലില്ലായ്മയുടെ പ്രശ്നമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. പക്ഷെ എങ്ങനെയാണ് ഇത്രയധികം ആൾക്കാർ ഇതിലേക്ക് കടന്നു വരുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. വളരെ ആസൂത്രിതമായി നടക്കുന്ന ഒരു പ്രക്രിയ. അന്ന് നിങ്ങളിൽ പലരും വേണ്ട രീതിയിൽ അതിനെ എതിർത്തിട്ടുണ്ടാവില്ല എന്നൊരു വിമർശനവും കൂടി എനിക്ക്. ഇത് വളരെ ആസൂത്രിതമായി നടക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു സ്ഥാപനത്തെ എങ്ങനെയാണ് സ്വകാര്യവൽക്കരണത്തിന് വേണ്ടി വിട്ടുകൊടുക്കുക. സ്വകാര്യവൽക്കരണം എന്നാൽ ഞാനൊരു സ്വകാര്യ സ്ഥാപനം നടത്തുന്ന ആളാണ്. ഞാനിങ്ങനെ എല്ലാ സ്വകാര്യ സ്ഥാപനങ്ങൾക്കും എതിരായി സംസാരിക്കുന്നതിന്റെ ഭാഗമായി പറയുന്നതല്ല. പക്ഷെ ഈ സംഘടിത തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ഉള്ളിടത്ത് പോലും ഈ അസംഘടിത മേഖലയെ എങ്ങനെയാണ് കുടിയിരുത്തപ്പെടുന്നത് എന്നുള്ളത് ഒരു രാഷ്ട്രീയമായ നയത്തിന്റെ ഭാഗമായി സംഭവിക്കുന്ന ഒന്നാണ്. അത് നമ്മൾ ചെറുക്കേണ്ട സമയത്ത് നമ്മൾ തിരിച്ചറിയുകയോ ചെറുക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ള കാര്യവും കൂടി ഞാൻ പറയുക. അങ്ങനെ ആസൂത്രിതമായി ചെയ്യുന്ന ഒരു പ്രക്രിയയുടെ അനന്തരഫലമായിട്ടാണ് ശമ്പളം കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത, പെൻഷൻ കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെടുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് സാഹചര്യം എന്ന് സൃഷ്ടിക്കപ്പെടുന്നത്. ഞാൻ അങ്ങനെ എടുത്തു പറയാൻ കാര്യം, നിങ്ങൾ ആദ്യം സമരം ചെയ്യേണ്ടി വരുന്നത് ഒരു പബ്ലിക് പെർസെപ്ഷനോടാണ്. ഇവിടെ ഒരു പുതിയ വികസന മന്ത്രം പ്രചരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ജീവനക്കാരെന്ന് പറയുന്നത് മുഴുവൻ ബാധ്യതയാണ്. ശമ്പളവും പെൻഷനും കൊടുക്കുക എന്ന് പറയുന്നത് വലിയൊരു ബാധ്യതയാണ്. ഇത് പൊതുസമൂഹത്തിന്റെ മുന്നിൽ അങ്ങനെ പ്രചരിപ്പിക്കപ്പെട്ട് അതാണ് വികസന മന്ത്രം എന്നുള്ളത് പൊതുവെ വിശ്വസിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതിന് ഡിബേറ്റിന് സ്കോപ്പ് ഇല്ലാത്ത രീതിയിൽ അത് ഏതാണ്ട് അടിച്ചേൽപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇതിനുവേണ്ടി സംസാരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന, ഇടതുപക്ഷത്ത് നിൽക്കുന്ന നേതാക്കന്മാർ പോലും ഇങ്ങനെയാണല്ലോ എന്നുള്ള രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നത്. അതായത് അതാണ് ബേസിക് നോളജ്, ഇനി അതിന്മേൽ ഡിബേറ്റ് വേണ്ട എന്നുള്ള രീതിയിൽ സംസാരിച്ച് തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. നിങ്ങൾ നിത്യനിദാന ചെലവുകളുടെ ഇത്ര ശതമാനം എന്ന് പറയാം. ഈ സംസ്ഥാനത്ത് മറ്റൊന്നും ഇല്ല എങ്കിൽ, പ്രൊഡക്ഷൻ ഇല്ലെങ്കിൽ, പ്രൊഡക്റ്റീവ് സെക്ടറുകളിൽ കാര്യക്ഷമത ഇല്ലെങ്കിൽ, അതൊന്നും ചർച്ച ചെയ്യാതെ മൊത്തം റവന്യൂവിന്റെ ഇത്ര ശതമാനം പെൻഷനും സാലറിക്കും ആയതുകൊണ്ട് അതൊരു ബാധ്യതയാണെന്നും അത് തുടരാൻ കഴിയില്ല എന്നും പറയാം. എന്ന് പറഞ്ഞാൽ ഡോക്ടർമാർ ബാധ്യതയാണ്, നഴ്സുമാര് ബാധ്യതയാണ്, ടാക്സ് പിരിക്കാൻ പോകുന്നവർ ബാധ്യതയാണ്, നിങ്ങൾ പറയുന്ന വിദ്യാശക്തി കൊടുക്കുന്നവരെല്ലാം ബാധ്യതയാണ്. അപ്പൊ ഇതിന് ഇൻഡിവിജ്വൽ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് അന്നേരം അവർ പറയും, അല്ല ഡോക്ടർമാരില്ലാതെ പറ്റില്ല, അധ്യാപകരില്ലാതെ പറ്റില്ല. പക്ഷെ ഇവർക്ക് കൊടുക്കുന്ന ശമ്പളവും പെൻഷനും എല്ലാം ബാധ്യതയാണ് എന്ന് പറയാം. എനിക്കിത് മനസ്സിലാവുന്നേയില്ല. ഞാൻ എന്റെ മാതാപിതാക്കൾ രണ്ടും അധ്യാപകരാണ്. അവരുടെ സഹോദരങ്ങളോ അവരെക്കാൾ വിദ്യാഭ്യാസം കുറഞ്ഞവരോ ഒക്കെ വിദേശത്ത് പോകുന്ന സമയത്ത് അവരിവിടെ നിൽക്കാൻ തീരുമാനിച്ചതിന്റെ പുറകിൽ ഒരു തോട്ട് പ്രോസസ് ഉണ്ട്. എനിക്കതറിയാം. അത് എന്റെ ഒരു അനുഭവത്തിലും കൂടെ അനുസരിച്ച് ഞാൻ പറയാണ്. അവരവരുടെ ശമ്പളമായി കരുതിയത് മാസം കിട്ടുന്ന ശമ്പളം മാത്രമല്ല, മരണം വരെ കിട്ടുന്നതാണ്, അവരുടെ കുടുംബത്തിന് കിട്ടുന്നതാണ്. ഈ ഒരു അഷ്വേർഡ് ഇൻകത്തിന്റെ പുറത്താണ് അവരെന്ന് അതിലും വരുമാനം സാമ്പത്തികമായി കിട്ടുമായിരുന്ന മറ്റു ജോലികൾക്ക് പോകാതെ ഇവിടെ നിന്നത്. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾ ജോലിക്ക് കയറിയ സമയത്ത് എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ കരുതിയിരുന്നത് നിങ്ങളുടെ ജീവിതാവസാനം വരെ നിങ്ങൾക്ക് കിട്ടുന്ന പെൻഷനും കൂടെയാണ് നിങ്ങളുടെ റിന്യൂവറേഷനായി നിങ്ങൾ കണ്ടിരുന്നത്.
ഇന്ന് പെൻഷൻ തരാൻ വിസമ്മതിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കുള്ള റിന്യൂവറേഷൻ, നിങ്ങൾക്കുള്ള സാലറി, നിങ്ങളുടെ ശമ്പളം കുറയ്ക്കുന്നതിന് തുല്യമാണ്. അല്ലാതെ റിട്ടയർ ചെയ്യുന്നത് തീരുന്നതല്ല. നിങ്ങളുടെ കണക്കുകൂട്ടലും നിങ്ങൾ ആ ജോലി സ്വീകരിക്കുകയും മറ്റു ജോലികൾക്ക് പോകാതിരിക്കുകയും ചെയ്തപ്പോൾ, ഞാൻ പ്രത്യേകിച്ച് KSEBയുടെ കാര്യത്തിൽ പറയുന്നത്, എനിക്കിത് ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഒരു തിരുത്തും കൂടെ ഞാൻ പറയാം. ഞാൻ സാങ്കേതികമായി PS-ന്റെ ഉപദേഷ്ടാവായിരുന്നില്ല, ഞാൻ സർക്കാരിന്റെ IT ഉപദേഷ്ടാവായിരുന്നു. അത് PS-ന്റെ IT ഉപദേഷ്ടാവെന്നാണ് പറയാറ്. എനിക്കത് അർഹിക്കപ്പെടാതെ കിട്ടുന്ന ഒരു അംഗീകാരമായതുകൊണ്ട് ഞാനത് സാധാരണ തിരുത്താറില്ല. പക്ഷെ ഇവിടെ ഇങ്ങനെ എടുത്തു പറഞ്ഞതുകൊണ്ട് ഞാൻ തിരുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറയാൻ വന്നത്, ആ സർക്കാരിന്റെ കാലത്ത് ഞാൻ ഈ വൈദ്യുതി ഭവനിൽ ഒരു നിത്യ സന്ദർശകനായിരുന്നു. ഞാൻ വളരെ അടുത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. ജ്യോതി എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ മാറ്റി ഒരുമ എന്നുള്ള സോഫ്റ്റ്വെയർ ഇവിടെ ബിൽഡ് ചെയ്യുമ്പോൾ, ഇൻഹൗസ് ആയിട്ട് ഒരു ടീം ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇവിടെ നിങ്ങളുടെ MIS ടീമിനോടൊപ്പം ഏതാണ്ട് ദൈനംദിനം ഇവിടെ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. ഞാൻ മനസ്സിലാക്കി, ഞാൻ ടെക്നോപാർക്ക് സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനു മുമ്പ് പല സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചാണ് ഞാൻ പറഞ്ഞത്. ഞാൻ മനസ്സിലാക്കിയത്, കേരളത്തിന്റെ എഞ്ചിനീയർമാരുടെ ഒരു ക്രീം കൂടി ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. എത്ര പെട്ടെന്നാണ് അവരത് മനസ്സിലാക്കിയത് ചെയ്തത് എന്നുള്ളത് ഞാൻ കണ്ട് ബോധ്യപ്പെട്ട കാര്യം. അന്ന് ഞാൻ ഇവരോട് സംസാരിക്കുമ്പോൾ പറയുമായിരുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ പ്രയോറിറ്റികളിൽ ഒരു മാറ്റം വരേണ്ടതുണ്ട്. ഞാൻ അന്ന് ഇവരോട് നിരന്തരം തർക്കിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം. അപ്പൊ എങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത് കൺസ്യൂമർ എന്നൊക്കെ ചിന്തിക്കുന്നിടത്ത് പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിന്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായ ഒരു ഡിസ്കഷനാണ് KSEB ഫസ്റ്റ്, പിന്നെ പബ്ലിക് നെക്സ്റ്റ് എന്നാണ്. അപ്പൊ ഞാൻ ഇവരോട് എപ്പോഴും തർക്കിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം, നിങ്ങൾ പബ്ലിക് ഫസ്റ്റ് KSEB സെക്കൻഡ് എന്നെന്താണ് ഇടാത്തത് എന്നുള്ളതാണ് ഞാൻ. ഇപ്പൊ ഞാൻ ഇവിടെ പറയാൻ കാര്യം, ഈ സ്ഥാപനത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി അങ്ങേയറ്റം, ഒരുപക്ഷെ ഈവൻ അറ്റ് ദി എക്സ്പെൻസ് ഓഫ് പബ്ലിക് പ്രവർത്തിച്ചിട്ടുള്ള തൊഴിലാളികള്, ജീവനക്കാരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് എന്നുള്ളത് ഞാൻ അന്ന് നേരിട്ട് ബോധ്യപ്പെട്ടതാണ്. KSEB കാലാകാലങ്ങളിൽ എങ്ങനെയാണ് ബില്ല് ചെയ്യുന്നത് എന്നൊക്കെയുള്ള ചർച്ച ചെയ്യുന്ന സമയത്ത് എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷെ ഇപ്പോ ഈ പ്രയോറിറ്റി ലിസ്റ്റിന്റെ അകത്ത് നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ വേറെ ഒരു പ്രതിഷ്ഠ നടന്നിരിക്കും. ഈ സ്ഥാപനത്തിന്റെ തീരുമാനങ്ങൾ എടുക്കുന്നവരുടെ, അത് സർക്കാരിന്റെ ആയാലും KSEB ബോർഡിന്റെ ആയാലും, തീരുമാനങ്ങളുടെ മുന്നിൽ ചില സ്വകാര്യ കമ്പനികളുടെ താല്പര്യങ്ങളാണ്. ഒരു സംശയവുമില്ല. അതിന് ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. നമ്മളിവിടെ ലാവ്ലിൻ കരാറിനെ കുറിച്ച് സാധാരണ സംസാരിക്കാറുണ്ട്. പിണറായി വിജയന്റെ അഴിമതി എന്നും പന്നിയാർ സിംഗുളം പള്ളിവാസൽ പദ്ധതിയെ കുറിച്ചും ഒക്കെയാണ് സാധാരണ സംസാരിക്കാറുള്ളത്. അതിനെക്കുറിച്ച് ഞാൻ പരാമർശിക്കുന്നില്ല, അത് വേറെ വിഷയം. പക്ഷെ അന്ന് കാനഡയിൽ പോയ സമയത്ത് ശ്രീ പിണറായി വിജയനും കൂടി ഉൾപ്പെടെയുള്ള മിനിറ്റ്സ് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. എനർജി ഇൻഫ്രാസ്ട്രക്ചർ സർവീസസ് പ്രോജക്ട് KISP എന്നുള്ള പേരിൽ ഇവിടെ നടപ്പിലാക്കപ്പെട്ട ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ കരാർ അന്ന് കാനഡയിൽ വെച്ച് ഒപ്പിട്ടതാണ്. രാജഗോപാൽ എന്ന് പറയുന്ന ഈ ബോർഡിന്റെ ചെയർമാൻ ആയിരുന്ന വ്യക്തിയാണ് ആ കരാർ ഒപ്പിട്ടത്. ആ ചർച്ചകളിൽ ശ്രീ പിണറായി വിജയൻ സന്നിഹിതനായിരുന്നു, അത് മിനിറ്റ്സിലുണ്ട്. അതിൽ പറയുന്നത്, ഈ സ്ഥാപനത്തെ സോസ് ടു എനേബിൾ ദ യൂട്ടിലിറ്റി ഫോർ പ്രൈവറ്റൈസേഷൻ എന്നുള്ളതാണ് എനർജി ഇൻഫ്രാസ്ട്രക്ചർ സർവീസസ് പ്രോജക്ടിന്റെ ലക്ഷ്യം എന്ന് പറയും. അപ്പൊ ഈ കരാർ ഒപ്പിട്ടിട്ട് വന്നു. അതിന്റെ ഫലമായി 97-ൽ അവരുടെ ഫോറിൻ മിനിസ്റ്റർ ആയിരുന്ന ഓക്സ്വർത്തി ഇവിടത്തെ ഫോറിൻ മിനിസ്റ്റർ ആയിരുന്ന IK ഗുജറാളുമായി കരാർ ഒപ്പിടുകയും 98-ൽ അഡീഷണൽ സെൻട്രൽ അസിസ്റ്റൻസ് ആയിട്ട് കേരളത്തിന് 32 കോടി $13.8 മില്യൺ കനേഡിയൻ ഡോളർ ലഭിക്കുകയും ചെയ്തു. നിങ്ങൾക്ക് ആർക്കും പരിശോധിക്കാം. ഇപ്പൊ ഇന്നത്തെ മുഖ്യമന്ത്രി ആദ്യവട്ട മന്ത്രിയായപ്പോ 96 മുതൽ 98 വരെ അത് ഇരുന്നുള്ളൂ, നമുക്കറിയാം. ആ സമയത്ത് ഈ സ്ഥാപനം സ്വകാര്യവൽക്കരിക്കാനുള്ള കരാർ ഒപ്പിട്ട് അച്ചാരം വാങ്ങിക്കൊണ്ട് വന്നതാണ്. ഇത് പറയുമ്പോൾ വ്യക്തിവിരോധമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ പരിശോധിക്കണം. അപ്പൊ CPM-ന്റെ നയം എന്തായിരുന്നു എന്ന് നമുക്കറിയാം. ഈ നയത്തിന് വിരുദ്ധമായിട്ടാണ് ഇത്. അപ്പൊ ഭരണത്തിലിരിക്കുന്നവർക്ക് ഈ സ്ഥാപനം സ്വകാര്യവൽക്കരിക്കണം എന്നുള്ള ആഗ്രഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇത് കമ്പനിയാക്കി പിന്നെ എന്തിനാ ബോർഡ് എന്നുള്ള പേരിനി അങ്ങ് മാറ്റിക്കൂടി? ജനങ്ങളെ പറ്റിക്കാൻ എന്തിനാണ് ഈ KSEB എന്ന പേര് പിന്നെ വിടുന്നത്? കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി കമ്പനി എന്ന് പേരിട്ടുണ്ട്. അപ്പൊ ഇതൊരു കമ്പനി ആക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതിനുള്ള സ്ഥാപനം അതിനു മുമ്പ് അതിനുള്ള ആഗ്രഹവും അതിനുള്ള ലക്ഷ്യങ്ങളും നേരത്തെ നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇതിന്റെ തുടർച്ചയായിട്ടാണ് ഇവിടെ ഉണ്ടായ ADB കരാർ.
ഊർജ്ജ നയം രൂപീകരിച്ചത് അന്നത്തെ ഇടതുപക്ഷത്തിരിക്കുന്നവരല്ല. എനിക്ക് വ്യക്തമായിട്ട് അറിയാം. സാമ്പമൂർത്തിയായിരുന്നു അന്നത്തെ ലെഫ്റ്റിന്റെ ഇലക്ട്രിസിറ്റി വിഭാഗത്തിലെ അഡ്വൈസർ. KR ഉണ്ണിത്താൻ സാർ ഓഫീസേഴ്സ് അസോസിയേഷന്റെ ഭാരവാഹിയായിരുന്നു. ഉണ്ണിത്താൻ സാറായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇവരാരും അറിഞ്ഞിട്ടില്ല. ഇവരാരും അറിയാത്ത ഒരു ഊർജ്ജ നയമാണ് ഇവിടെ ആ സമയത്ത് ഉണ്ട്. അപ്പൊ ഞാൻ പറയാൻ വന്നത്, നിങ്ങളൊക്കെ ഇവിടെ, നിങ്ങളിൽ ബഹുഭൂരിപക്ഷം ആൾക്കാർ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഘട്ടത്തിൽ തന്നെ ഇതിനുള്ള ശ്രമം ഇവിടെ ആരംഭിച്ചിരുന്നു. പിൻവാതിലിൽ കൂടെ കൂടുതൽ കൂടുതൽ കരാർ ജോലികളിലേക്ക് ഇത് പോയിക്കൊണ്ടിരുന്നു. ഇത് നിങ്ങൾ KSRTC ഇപ്പം നിങ്ങൾക്ക് കാണാം. നിങ്ങൾ KSRTCയുടെ റിസർവേഷൻ സൈറ്റ് എടുത്താൽ KSRTC എന്നായിരിക്കും. ഇപ്പൊ നിങ്ങൾ എടുത്തു നോക്കൂ, രാവിലെ കളക്ഷനുള്ള എല്ലാ ഓട്ടങ്ങളും KSRTC സ്വിഫ്റ്റിലേക്ക് മാറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. എന്താണ് സ്വിഫ്റ്റിന്റെ 750 രൂപയ്ക്ക് കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവരാണ്. നാളെ ആ തൊഴിലാളികൾ ഇതുപോലെ സമരം ചെയ്യും, ഒരു സംശയമില്ല. പക്ഷെ അന്ന് KSRTC കാണില്ല. ജനങ്ങളുടെ മുന്നിൽ ബാധ്യതയായി ചിത്രീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇതൊരു മോണോപ്പൊളി ആയതുകൊണ്ട്, ഇലക്ട്രിസിറ്റി വീട്ടിൽ ലൈറ്റ് തെളിയേണ്ടതുള്ളത് കൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കപ്പെടുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒരു പ്ലെയറും കൂടി രംഗത്ത് വരുന്നതോടുകൂടി കമ്പനിയാക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് നടക്കുക സ്വാഭാവികമാണ്. ഇതിന്റെ ചിത്രത്തിൽ മാറ്റം വരും എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ആസൂത്രിതമായിട്ടുള്ള നീക്കങ്ങളുടെ തുടർച്ചയായിട്ടാണ് ഈ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ പെൻഷൻ ഒരു ബാധ്യതയാണ്. ഇപ്പൊ കോൺട്രിബ്യൂട്ടറി പെൻഷൻ വരും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ത്യയിലെ തന്നെ ചില സംസ്ഥാനങ്ങൾ കോൺട്രിബ്യൂട്ടറി പെൻഷനിൽ നിന്ന് തിരിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിലേക്ക് പോയി. ഇടതുപക്ഷം ഭരിക്കുന്നിടത്താണോ? എന്താണ് അതിന് ഇടതുപക്ഷ സർക്കാരിനുള്ള മറുപടി? ഇത്ര നാളെ നമ്മളോട് പറഞ്ഞതല്ലോ, ഞങ്ങളെല്ലാം ഇംഗ്ലാബ് വിളിച്ച ഇതല്ലല്ലോ പറഞ്ഞത്. എന്താണ് തിരിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിലേക്ക് പോകാനുള്ള വഴി? എന്താണ് അതിന്റെ ഡെഫിനിഷൻ? എന്താണ് ഒരു പെൻഷൻ എന്ന് പറയുന്നത്? ഒരു സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് ആ സ്ഥാപനത്തിന്റെ ഗവൺമെന്റിന്റെ ബാധ്യതയാണോ, അതോ ജീവനക്കാരൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് തിരിച്ചു കൊടുക്കലാണോ എന്നുള്ള വലിയൊരു ചോദ്യവും കൂടിയാണ് ഇതിന്റെ ഭാഗമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടെ മാത്രമല്ല, ഇതാണ് ഇവിടെ നമ്മൾ കാണാം ഗിഗ് വർക്കേഴ്സ്, ഇഷ്ടം പോലെ ആൾക്കാർ സ്വിഗ്ഗിയും മറ്റിടത്തൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഇവർക്ക് ഒരു കരട് നിയമം കൊണ്ടുവരാൻ ഒരു കരട് ബില്ല് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ത്യയിൽ ഇതിനു മുമ്പ് രാജസ്ഥാനിൽ വന്നു, കർണാടകത്തിൽ വന്നു. കർണാടകത്തിൽ ആക്ട് ആയി. ഈ ഡ്രാഫ്റ്റ് വെച്ചിട്ടാണ് കേരളത്തിലെ ഡ്രാഫ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്കറിയാം, ഇവരോട് നിങ്ങൾ സംസാരിച്ചാൽ മതി, ഒരു ദിവസം എത്ര രൂപയാണ് ഇവർക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം. ഈ മഴയും വെയിലും കൊള്ളുമ്പോൾ എത്ര രൂപ കിട്ടുന്നത്. ഇതിൽ എത്ര സംഭവിച്ചെന്നറിയാമോ? കർണാടകത്തിലെ ആക്ടിലുള്ള റെഗുലേറ്ററി ആയിട്ടുള്ള എല്ലാ പ്രോസസ്സും എടുത്തു കളഞ്ഞു. പിരിച്ചു ഒരു ജോലിക്ക് വെക്കുമ്പോൾ ഒരു കോൺട്രാക്ട് വേണം എന്നുള്ളത്, പിരിച്ചു വിടുമ്പോൾ 14 ദിവസത്തെ നോട്ടീസ് വേണം എന്നുള്ളത്, ഇവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്താണ് ഇവർക്ക് ഇത് കൊടുക്കുന്നത്, ഇൻസെന്റീവ് കൊടുക്കുന്നത്, അത് ഇവരുമായിട്ടും കൂടെ ഷെയർ ചെയ്യണം എന്നുള്ളത്. അങ്ങനെ റെഗുലേറ്ററി ആയിട്ടുള്ള എല്ലാ നിബന്ധനകളും എടുത്തു കളഞ്ഞിട്ട് ഒരു ക്ഷേമനിധിക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഡ്രാഫ്റ്റ്. ഞാൻ ചോദിക്കുന്നത്, കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക സർക്കാർ കൊണ്ടുവന്ന ഒരു നിയമത്തിൽ നിന്ന് റെഗുലേറ്ററി ആയിട്ടുള്ള കണ്ടീഷൻസ് മുഴുവൻ എടുത്തു കളയണം എന്ന് ഒരു ഇടതുപക്ഷ സർക്കാരിന് തോന്നുന്ന സാഹചര്യം എന്താണ്? ഞാൻ നിങ്ങൾക്ക് പറയില്ല, പേരുകൾ പറയുന്നില്ല. AITUസിന്റെയും CITUവിന്റെയും സംസ്ഥാന തലത്തിലുള്ള നേതാക്കന്മാരോട് ഞാനിത് വിളിച്ച് നേരിട്ട് ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. പക്ഷെ ഒന്നും സംഭവിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് ഈ സംസ്ഥാനത്തെ പൊതുസ്ഥിതി പോയിരിക്കുമ്പോൾ നിങ്ങളുടെ ജാഗ്രത നിങ്ങളുടെ പെൻഷൻ കിട്ടുന്നതിൽ മാത്രം ഒതുങ്ങിയാൽ കഴിയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ മറ്റു കാര്യങ്ങളിൽ ഇടപെടുകയോ വീട്ടിലിരിക്കുകയോ ചെയ്യണം എന്നാണ് സ്ഥാപനം നിങ്ങളോട് പറയുന്നത്. നൗ യു ടേക്ക് റെസ്റ്റ് എന്നാണ്. നിങ്ങൾക്ക് അതിന് കഴിയാത്ത സാഹചര്യമാണ്. ഒന്നാമത്തെ കാര്യം, ഇവരത് പുലർത്തുന്നില്ല. രണ്ടാമത്തെ കാര്യം, പൊതു സാഹചര്യം നിങ്ങളുടെ മാത്രമല്ല, അതിലും പ്രശ്നം ഇവിടെ അനുഭവിക്കുന്ന രീതിയിലേക്ക് വരിക. ആരാണ് ഈ പ്രശ്നങ്ങൾക്ക് വേണ്ടി തെരുവിലിറങ്ങുമെന്ന് നമ്മൾ കരുതിയിരുന്നതോ അവര് തെരുവിലിറങ്ങുന്നില്ല എന്ന് മാത്രമല്ല, അവർ ഈ മറുഭാഗത്തെ അഡ്വക്കേറ്റ്സ് ആയിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വളരെ നിർഭാഗ്യകരമായ അവസ്ഥയും കൂടി. നിങ്ങൾ ആ പശ്ചാത്തലത്തിലാണ് നിങ്ങൾ ബാധിക്കുന്നത്. ഇപ്പം മണിയാർ കരാറിന്റെ കാര്യം പറഞ്ഞു, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, അതിനുള്ള സമയമല്ല, അതിനുള്ള സാഹചര്യമല്ലെന്ന് എനിക്കറിയാം. പക്ഷെ കരാറിന്റെ കാര്യം നമ്മളിവിടെ പറഞ്ഞു, നിങ്ങൾ അത് ടേക്കപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെ പോലെ ഡൊമൈൻ എത്ര അറിയാവുന്നവരുടെ അടുത്ത് ഞാനത് വിവരിക്കേണ്ടതുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്താണ് ഈ BOT കരാറിന്റെ അടിസ്ഥാനം? നമുക്കറിയാം, അവര് ബിൽഡ് ചെയ്യുന്നതിന്റെ ഒരു ഇൻസെന്റീവായിട്ട് നമ്മൾ അവർക്ക് ഒരു നിശ്ചിത കാലയളവിലേക്ക് അത് ഓൺ ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യാൻ കൊടുക്കും. 30 വർഷത്തേക്ക് അവർക്ക് കൊടുക്കും. എന്നിട്ട് ഈ 2024 തിരിച്ചെടുക്കും. എന്താണ് വിറയ്ക്കുന്നത്? കൈ വിറയ്ക്കുന്നത് എന്താ വിറയ്ക്കുന്നത്? കാർബറണ്ടത്തെ കാണുമ്പോൾ എന്താ കൈ വിറയ്ക്കുന്നത്? ചിലരുടെ പോക്കറ്റ് എന്ന് പറയുന്നതുകൊണ്ടാണ്.
വേറൊരു കാര്യമില്ല. CPM പോലെ ഒരു പാർട്ടി ഈ ഭരണം, ഞാൻ കൃഷ്ണൻകുട്ടിക്കാരനോട് ഒരു ബഹുമാനം കുറഞ്ഞ ആളല്ല, എനിക്ക് വളരെ സ്നേഹവും സൗഹൃദമുള്ള ആളാണ്. പക്ഷെ ഒരു ഘടകകക്ഷിക്ക് ഈ വകുപ്പ് കൊടുക്കുന്നത് തന്നെ സെക്രട്ടേറിയറ്റ് ചർച്ചയ്ക്ക് വരാതെ ചില കാര്യങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടിയാ. ആർക്കറിയാൻ വയ്യാത്ത? ഇത് അറിയാവുന്നത് കൊണ്ടാണ് ഇവിടുത്തെ പല സമയങ്ങളിൽ ഇവർ ഇറങ്ങി കളിക്കേണ്ടി വന്നത്. അതിൽ അപമാനിക്കപ്പെടുകയും ചെയ്തു. അത് പോട്ടെ, വേറൊരു വലിയ വിഷയം. ഞാൻ പറയുന്നത് വളരെ ആസൂത്രിതമായിട്ട് നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ കാരാപ്പാറ കുരിയാർകുറ്റി പദ്ധതിയെ കുറിച്ചുള്ളത് ഇവിടുത്തെ ഇടത് യൂണിയനുകൾക്കെല്ലാം അറിയാം. പക്ഷെ സ്ഥാപനത്തിന്റെ താല്പര്യം ഒന്നാമതായിരുന്ന ഘട്ടത്തിൽ അവർ സംസാരിക്കുമായിരുന്നു. താല്പര്യവും സ്ഥാപനത്തിന്റെ താല്പര്യത്തിന്റെ മുകളിൽ ചില രാഷ്ട്രീയ നേതൃത്വം ചില സ്വകാര്യ കമ്പനികളുടെ താല്പര്യം പ്രതിഷ്ഠിച്ചപ്പോ ഇവരുടെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഭയന്നിട്ട് ഈ സംഘടനകൾ, എന്റെ സുഹൃത്തുക്കൾ, സഹാക്കൾ, അവർ മൗനമായിരിക്കുക. അതിന്റെ ഫലം കൂടിയാണ് അപ്പോ ഈ പദ്ധതി നീട്ടിക്കൊടുക്കുക. 2018 പ്രളയം ഉണ്ടായത്രേ. ഈ പ്രളയത്തിന്റെ സമയത്ത് അവിടുത്തെ പവർ ജനറേഷൻ കുറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്കെല്ലാം പരിശോധിക്കാവുന്നതാണ്. ഇല്ല. അതിനുശേഷം എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് അവരോട് നടത്തിയിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മഹാമനസ്കത ഇവർക്ക് നീട്ടിക്കൊടുക്കാൻ? ഏത് വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ്? അപ്പൊ ആ കരാർ നീട്ടിക്കൊടുക്കാനുള്ള പരിപാടി നടക്കും. ലോങ് ടേം പവർ പർച്ചേസ് എഗ്രിമെന്റിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. ഞാൻ കൃത്യമായി കണക്ക് ഓർക്കുന്നില്ല. 4 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന വൈദ്യുതി അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി ക്യാൻസൽ ചെയ്തിട്ട് 10 രൂപയ്ക്കും 11 രൂപയ്ക്കും മേടിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ഇതിന്റെ ബാധ്യത ഇവിടുത്തെ കൺസ്യൂമറിന്റെ മണ്ടക്കോട്ട് അടിച്ചു കൊടുക്കുക. മലയാളത്തിൽ ബില്ല് എഴുതണമെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് മലയാളിക്കണം എന്നല്ല, അവിടെ എഴുതണം ഞങ്ങൾ 4 രൂപയ്ക്ക് മേടിച്ചുകൊണ്ടിരുന്ന വൈദ്യുതി ക്യാൻസൽ ചെയ്ത് 10 രൂപയുടെ മേടിച്ചത് കൊണ്ട് നിങ്ങൾ തരേണ്ട അധിക ബാധ്യത എന്ന് എഴുതണം പൗരന് കൊടുക്കുന്ന നോട്ടീസിൽ. അല്ലാതെ എനർജി സർചാർജ് എന്ന് എഴുതിയാൽ മനുഷ്യന് മനസ്സിലാവില്ല. അപ്പൊ നമ്മൾ തമാശയ്ക്ക് പറയാറുണ്ട് ഓപ്പറേഷൻ സക്സസ്ഫുൾ പേഷ്യന്റ് ഡൈഡ്. അക്ഷരാർത്ഥത്തിൽ അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഈ കൊള്ള നടത്തിയിട്ട് അതേ കമ്പനികൾ ഇവിടെ 4 രൂപയ്ക്ക് തരേണ്ടിയിരുന്ന വൈദ്യുതി അതിലും ഉയർന്ന വിലയ്ക്ക് നമുക്ക് തന്നെയോ മറ്റു സ്ഥലങ്ങളിലോ വിറ്റുകൊണ്ടിരിക്കുകയാണ്. ചില സ്വാപ്പിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അവരവിടെ കൊടുക്കും, അവിടെ കൊടുത്തുകൊണ്ടിരുന്നവർ ഇവിടെ തരും. ഈ കള്ളക്കളി അതാണ് ഇവിടെ തുറന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഞാൻ പറയാമല്ലോ, എനിക്ക് ഇൻഫർമേഷൻ മിക്കവാറും കിട്ടുന്നത് ഇവിടുത്തെ ഇടതുപക്ഷ സുഹൃത്തുക്കളിൽ നിന്ന് തന്നെയാണ്. ഞങ്ങൾ വളരെ സൗഹൃദമുള്ളവരാണ്. പക്ഷെ അവർക്ക് പറയാൻ വയ്യ. എന്തുകൊണ്ട് പറയാൻ വയ്യ? ഒരു ഇടതുപക്ഷ താല്പര്യം വെച്ചിട്ട്, അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന്റെ താല്പര്യം വെച്ചിട്ട്, അതും അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ താല്പര്യം വെച്ചിട്ട് ഇതിൽ ഏതെങ്കിലും ഒരു താല്പര്യത്തിൽ പ്രവർത്തിക്കണ്ടേ? അല്ലെങ്കിൽ അത് അടിമത്വമല്ലേ? അപ്പൊ ഇങ്ങനെ ഒരു സ്ഥിതിയിലാണ്. അപ്പൊ ഞാൻ പറയാൻ വന്നത്, മണിയാർ പദ്ധതിയുടെ കാര്യത്തിൽ കരാറ് നീട്ടിക്കൊടുത്തുകൊണ്ട്, ലോങ് ടേം പവർ പർച്ചേസ് അഗ്രിമെന്റിന്റെ കാര്യത്തിൽ കരാറ് റദ്ദാക്കിക്കൊണ്ട്, രണ്ടായാലും സ്വകാര്യ താല്പര്യങ്ങളെ, സ്വകാര്യ കമ്പനികളെ സഹായിക്കുന്നത് പോക്കറ്റ് നിറയ്ക്കാൻ, അല്ലെങ്കിൽ പിന്നെ എന്തിനാണ്? ഇങ്ങനെ ചെയ്യുന്ന ഒരു സ്ഥാപനം ശമ്പളം കൊടുക്കാൻ പൈസയില്ല, പെൻഷൻ കൊടുക്കാൻ പൈസയില്ല എന്ന് പറയാം. ഈ സ്ഥാപനത്തിൽ മാത്രമല്ല, എല്ലാ സ്ഥാപനങ്ങളിലും ഇതാണ് ചെയ്തത്. എന്നിട്ട് ബാക്കിയുള്ള കാര്യം വരുന്നത് സീ പ്ലെയിനെ കുറിച്ച് സംസാരിച്ച് എത്ര കോടിക്ക് വേണം പൈസ? എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് പറ്റും, നിങ്ങൾക്കേ പറ്റും, മറ്റു പലർക്കും പറ്റാത്തത് നിങ്ങൾക്ക് പറ്റും. അതുകൊണ്ട് കേരളത്തിന്റെ ഈ ശമ്പളവും പെൻഷനും ബാധ്യതയാണെന്നുള്ള ഈ സുവിശേഷം ഉണ്ടല്ലോ, അതിനെതിരായിട്ടുള്ള ഒരു ജാഗ്രതയും കൂടെ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണമെന്നാണ് ഞാൻ പറയുന്നത്. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് എന്ന് പറഞ്ഞ സംസ്ഥാനത്തിന് കേന്ദ്രം ഒരു സഹായം കൊടുക്കുന്നുണ്ട്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെക്കാളും കൂടുതൽ കിട്ടിയത് കേരളത്തിനാണ്. അപ്പൊ അതെന്തിനു കൊടുക്കുന്നതാണ്? നിങ്ങളുടെ റവന്യൂ എക്സ്പെൻസിൽ ശമ്പളവും പെൻഷനും കൊടുക്കാൻ വേണ്ടി നിങ്ങൾ വായ്പ എടുക്കുന്നുണ്ടെങ്കിൽ അതിന് സഹായകരമായിട്ട് കേന്ദ്രം കൊടുക്കുന്ന തുകയാണ്. 53,000 കോടിയോളമാണ് കഴിഞ്ഞ ഫൈനാൻസ് കമ്മീഷന് കിട്ടിയത്. അപ്പൊ പുതിയ ഫൈനാൻസ് കമ്മീഷൻ വരുവാണ്. എന്നിട്ട് ഇത് ശമ്പളവും പെൻഷനും കൊടുക്കാനാണോ ഉപയോഗിക്കുന്നത്? അത് കൊടുക്കുന്നു, എവിടെയെങ്കിലും കൊടുക്കുന്നു. നിങ്ങൾ KSRTCയിലെ കണ്ടക്ടർമാരോടും ഡ്രൈവർമാരോടും സംസാരിക്കുന്നു, പെൻഷനേഴ്സിനോടൊന്നും സംസാരിക്കുന്നു, അവര് നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചൊന്നും സംസാരിക്കും. അപ്പൊ അങ്ങനെ വലിയൊരു പദ്ധതിക്കാണ് നിങ്ങൾ ഒരു സമര പരിപാടി എന്ന് പറയുമ്പോൾ, ജാഗ്രത എന്ന് പറയുമ്പോൾ നിങ്ങൾ പുലർത്തേണ്ട ജാഗ്രത ഈ സംസ്ഥാനത്തെ മുഴുവൻ ജീവനക്കാർക്കും വേണ്ടിയുള്ള ജാഗ്രതയാണ്. നിർഭാഗ്യവശാൽ അത് ചെയ്യുമെന്ന്
ഏൽക്കുന്നവർ അത് ചെയ്യാത്ത സാഹചര്യത്തിൽ നിങ്ങളുടെ ഉത്തരവാദിത്വം വർദ്ധിക്കുന്നു എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരു മേഖല നമ്മുടെ മുന്നിലുണ്ട് നമ്മളോട് തുറന്നു പറയുകയും പല രീതിയിൽ നമ്മൾ അതിനെ പ്രേരിപ്പിക്കത്തക്ക രീതിയിലുള്ള ഒരു ഉത്തേജകമായ പുസ്തകം ചെയ്ത ബഹുമാനപ്പെട്ട ജോസഫ് ജി മാത്യുവിനെ നമ്മുടെ സ്നേഹത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ആമുഖ പ്രഭാഷണത്തിന് വേണ്ടി മധ്യമേഖലാ സെക്രട്ടറി ശ്രീമതി EP സത്യദേവി അവരുടെ ക്ഷണിച്ചു. ഇന്നത്തെ ഈ പരിപാടിയിലെ ആദരണീയനായ അധ്യക്ഷൻ ഇവിടെ ഇന്നത്തെ ഈ പരിപാടി ഇവിടെ ഗംഭീരമായിട്ട് ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ ശ്രീ ജോസഫ് സി മാത്യു മറ്റ് വേദി സദസ്സിലിരിക്കുന്ന ബഹുമാന്യരായ സംസ്ഥാന ജില്ലാ ARU ഭാരവാഹികളെ, പ്രിയപ്പെട്ട കൂട്ടായ്മ കുടുംബാംഗങ്ങളെ, വളരെ നല്ലൊരു ഉദ്ഘാടന പ്രസംഗമാണ് നാം ഇതുവരെ ശ്രദ്ധിച്ചത്. അപ്പൊ ഞാൻ തുടക്കം തന്നെ സാറിനെ എത്തിക്കൊണ്ട് ഞാനൊന്ന് പറയുകയാണ്. സാറിന് അനവധി കാര്യങ്ങൾ അറിയാം. നമുക്ക് വളരെ ദീർഘമായിട്ട് ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന, ഒരു പകൽ മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു ക്ലാസ് സാറിൻ്റെതായിട്ട് വേണം എന്ന് എന്റെ ഒരു വ്യക്തിപരമായ താല്പര്യം. കാരണം സാറ് പറഞ്ഞ ഓരോ വാക്കും ഞാൻ സവിസ്തരം ഞാനത് ഒരു നല്ല വിദ്യാർത്ഥിയുടെ അറിവ് നേടാൻ വേണ്ടിയിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ ആ ഒരു ഓർമ്മതയോട് കൂടി സാറിന്റെ വാക്കുകൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്, സാറിന്റെ ഒരു ക്ലാസ് നമുക്ക് വേണം. സാറിന്റെ ആ വാക്കുകൾ. ഇനി ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കാം. ഇപ്പോൾ സാർ തന്നെ പറഞ്ഞൊരു കാര്യത്തിൽ നിന്ന് ഞാൻ തുടങ്ങുകയാണ്. നമ്മുടെ കേവലം 3 വർഷം കഴിഞ്ഞിട്ടുള്ള ഈ മഹത്തായ ഈ സംഘടനയുടെ ഒരു ആപ്തവാക്യം നമുക്കറിയാം. ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്, പെൻഷൻ സുരക്ഷയും. നമുക്കതൊക്കെ ജനനിഷ്ഠമാണ്. പെൻഷൻ സുരക്ഷയും വൈദ്യുതി ബോർഡിലെ പെൻഷൻ സമൂഹത്തിന്റെ സാമൂഹ്യ സുരക്ഷയും അതാണ് ഉദ്ദേശിച്ചത്. എന്നാൽ ഇവിടെ സാമൂഹ്യ സുരക്ഷ എന്നത് പെൻഷൻ വിഭാഗത്തിലെ ആ പെൻഷൻ വിഭാഗത്തിലെ ഓരോ പെൻഷൻകാരുടെയും സുരക്ഷ, സാമൂഹ്യ സുരക്ഷ മാത്രമല്ല, ഈ കേരളം എന്ന് പറയുന്ന ഈ മഹാരാജ്യത്തിന്റെ ഒരു സുരക്ഷയും കൂടിയാണ്. കേരളത്തിന്റെ സാമൂഹ്യ സുരക്ഷയിലും കൂടി ഊന്നിയാണ് ഈ കൂട്ടായ്മ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനോടകം നമ്മള് കഴിഞ്ഞ ഓഗസ്റ്റ് 26-ാം തീയതി, എന്റെ ഓർമ്മയിൽ അതാണ് എനിക്ക് തോന്നുന്നത്, മണിയുമായി ബന്ധപ്പെട്ട് നമ്മൾ തുടങ്ങി വെച്ച ജില്ലാ ജാഗ്രത സദസ്സുകൾ, അവിടെ നിന്നാണ് അതിന്റെ കാഹളം മുഴക്കിയത്. മുഴക്കിയത് ആ ആദ്യത്തെ സദസ്സ് അതിന്റെ കേരളത്തിലും KSA ആസ്ഥാനങ്ങളിൽ നാം സംഘടിപ്പിച്ചുള്ള ജാഗ്രത സദസ്സുകളുടെ ഒരു സമ്മേളനമാണ് ഇന്ന് വേദിയിൽ നടക്കുന്നത്. അപ്പൊ 3 വർഷങ്ങൾ വളരെ എനിക്ക് 10 മിനിറ്റ് ആണ് ഇവിടെ ഇപ്പൊ അനുവദിച്ച് കിട്ടിയിരിക്കുന്നത്. അറിയില്ല, ആ 10 മിനിറ്റ് ആവുമ്പോ ഒന്ന് പറഞ്ഞാൽ മാത്രം മതി. ഞാൻ അപ്പൊ തന്നെ 7 ബ്രേക്ക് ഇട്ട പോലെ നിർത്തിയത്. അപ്പൊ അപ്പവാക്യങ്ങൾ പ്രഥമമായിട്ട് നമ്മുടെ പെൻഷൻ സുരക്ഷയാണ്. അതിന്റെ പിടിച്ച് വന്നിരിക്കുന്നു. നമുക്കറിയാം, ധാരാളം സംഘടനകളുണ്ട്, തൊഴിലാളി സംഘടനകളുണ്ട്,
1980 സ്ഥാപിതമായ ഒരു ഇതര പെൻഷൻ സംഘടനയുമുണ്ട്. നമുക്ക് ഇത് യാതൊരു വർഗപ്പൊക്കവും ഉണ്ടായിരുന്നില്ല, സമൂഹം ഉണ്ടായിരുന്നില്ല പെൻഷൻ കിട്ടും എന്നുള്ളതിനെ കുറിച്ച്. എന്നാൽ 2000 കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് വൽക്കരിച്ചപ്പോൾ, അതായത് 2000 അനുസരിച്ച് 1980 വൽക്കരിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് ഇതിന്റെ എല്ലാം ആധാരം. നമുക്കറിയാം, അന്ന് 2010 പെൻഷൻകാരുടെയും അവരുടെ പെൻഷൻ ശിക്ഷയും അവർക്ക് കിട്ടേണ്ട വ്യവസ്ഥകളും വ്യവസ്ഥകളും അതോടൊപ്പം ജീവനക്കാരുടെ ആനുകൂല്യങ്ങളും വളരെ സുരക്ഷിതമായിട്ട് ലഭിക്കണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ വളരെ ഒതുക്കിയിട്ടുണ്ട്. അടിസ്ഥാനത്തിൽ അന്ന് ക്ഷമിക്കണം, മനസ്സിന്റെ സന്നദ്ധായിരുന്നു. കാര്യം അവർക്ക് ഉണ്ടായിരുന്നെങ്കിലും അന്ന് അത് നമുക്ക് ഏതായിരുന്നു. കാരണം ആ ഒരു കാലത്തും അതിന്റെ ഓരോ ഭാവി ഭദ്രമായിരിക്കണം, ഓരോ ചിത്രക്കാരന്റെയും ഭാവി ഭദ്രമായിരിക്കണം എന്നുള്ള ഒരാഗ്രഹത്തോടുകൂടി നിയമത്തെ കൂട്ടുപിടിച്ചാണ് നാം കക്ഷി കരാറിന്റെയും രണ്ടാം കൈമാറ്റ പദ്ധതിയുടെയും പിൻബലത്തിൽ ശിലകളാക്കിക്കൊണ്ട് നാം മാസ്റ്റർ ട്രസ്റ്റും പെൻഷൻ ഫണ്ടും നമ്മള് ഉണ്ടാക്കിയത്. എന്നാൽ പോകുമ്പോൾ ഈ പക്ഷെ കാണുന്ന ഈ ഒരു മാസ്റ്റർ ട്രസ്റ്റ് 2013 ചെയ്ത മാസ്റ്റർ ട്രസ്റ്റ് 2010 അന്ന് നമുക്ക് പെൻഷൻ സുഗമമായി തരേണ്ട ഈ ഒരു സൈനിക നിധി ഇല്ലാതെ, അത് ഞാൻ മറ്റു വാക്കുകളൊന്നും ഇവിടെ ഉപയോഗിക്കുന്നില്ല, ഇല്ലാതെ ഒരവസ്ഥയിൽ ആ അവസ്ഥ കണ്ട് കൊണ്ടാണ് പെൻഷന്റെ അവസ്ഥ മനസ്സിലാക്കി അങ്ങനെ ഒരു ഇടത്തേക്കാണ് യാത്ര പ്രയാണം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയാണ് 2001 ഒക്ടോബർ 27 ആലപ്പുഴ ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത് നമ്മുടെ കൂട്ടായ്മ ആരംഭിച്ചത്. ഈ സംഘടന ആരംഭിക്കുന്നത് സംഘടനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, മറ്റില്ലാത്തൊരു പ്രത്യേകത. ധാരാളം ട്രേഡ് യൂണിയനുകൾ നമ്മുടെ വൈദ്യുതി രംഗത്തുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ 1980 നിലവിൽ വന്ന ഒരു പെൻഷൻ നടത്തിയാൽ, ഒരു താരതമ്യം നടത്തിയാൽ ഒരു പ്രവർത്തന ശൈലി ഒരു 3 വർഷമായി നമ്മളൊരു പ്രവർത്തന ശൈലി എന്താണെന്നുള്ളത് ഇരിക്കുന്ന മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു പ്രവർത്തന ശൈലി എന്ന് പറയുന്നത് കൂട്ടായ്മയുടെ വ്യത്യസ്തമായി, അതായത് തന്നെ പറയാം, അതായത് നിരന്തരമായി കൊണ്ടിരിക്കുക എന്ന ഒരു സുന്ദരമായ വാക്ക് നമുക്കതിനെ അത് കൊടുക്കാം. അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂട്ടായ്മ എന്നത് വളരെ ചലനാത്മകമാണ്. അറിയാം, 2021 കോവിഡിന്റെ ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ സംഘടന രൂപം കൊള്ളുന്നത്. അന്ന് നമുക്ക് പ്രവർത്തിക്കാൻ സാധിച്ചില്ല, പക്ഷേ സംഘടന അത് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അതായത് പെൻഷൻ സുരക്ഷയ്ക്ക് എന്താണ് അതിന്റെ ആ കാരണമാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ എന്താ ചെയ്യുന്നത്, അത് ആഭ്യന്തരമായിട്ട് തന്നെ അതിന്
തുടങ്ങിയ അന്ന് തന്നെ നമ്മൾ ഇതിന്റെ ആഭ്യന്തര ചർച്ചകളും വിശകലനങ്ങളും എങ്ങനെ സുരക്ഷിതമായ പെൻഷൻ നമുക്ക് കൈവരിക്കാമെന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുകയായിരുന്നു. ആ സമയം നമുക്ക് കുറച്ചുകൂടി ആ സമയം നമുക്ക് വിനിയോഗിക്കാൻ സാധിച്ചത് ആധികാരികമായിട്ടുള്ള ആ ഒരു വൈദ്യുതി ബോർഡിലെ പെൻഷൻ സംബന്ധിച്ചിട്ടുള്ള ആ ഒരു അതിന്റെ രേഖകൾ നമുക്ക് പഠിക്കുവാനും വിശകലനം ചെയ്യുവാനും അതിൽ നിന്ന് ആശയങ്ങൾ നമുക്ക് ക്രോഡീകരിച്ചെടുത്ത് ലഭിക്കാറുണ്ട്. കാരണം നിയമത്തിന്റെ ചട്ടക്കൂട്ടിലാണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞു ഈ മാസ്റ്റർ ട്രസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കാം പഠിക്കുവാൻ ആ കോവിഡിന്റെ കാലഘട്ടത്തിൽ നമുക്ക് സമയം ലഭിച്ചിരുന്നു. നമ്മൾ അതുപോലെ തന്നെ വലിയ ജീവിക്കാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നാം ചെയ്യുന്നത് എന്താണ്? എങ്ങനെ തുടങ്ങിയത്? നമ്മൾ ഉണ്ടാക്കിയെടുത്തു. നിയമത്തിന്റെ ചട്ടക്കൂട്ടിൽ ഇത് ഉണ്ടാക്കി നമ്മള് വൈദ്യുതിന്റെ കമ്മീഷന്റെ മുൻപാകെ നമ്മൾ ആദ്യം ചെന്നു. എന്നിട്ട് ഇതെല്ലാം നമ്മൾ നിരത്തി വെച്ചു. അവരെ പഠിപ്പിക്കേണ്ടി വന്നു. അവരെ പഠിപ്പിച്ചു. അവർ മനസ്സിലായി. റെഗുലേറ്ററി കമ്മീഷൻ അതിന് തീർച്ചയായിട്ടും അതിനൊരു യെസ് മോളി ശരിയാണ്, മാസ്റ്റർ ട്രസ്റ്റ് പുനരുജ്ജീവിപ്പിക്കണമെന്നുള്ളത്. അങ്ങനെ നമ്മുടെ തുടങ്ങുന്നത് ആലോചിച്ച് നോക്കിയാൽ എത്ര കമ്മീഷനെ ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിച്ചു. ആ ഒരു പെൻഷൻ സ്ട്രക്ചറിനായിട്ട് നമ്മൾ നടത്തിയ ആദ്യത്തെ ആ ഒരു കാൽവയ്പ് എന്ന് പറയുമ്പോൾ ഇത് ചെയ്തത് സാങ്കേതിക മനസ്സിലാക്കി അതുപോലെ നമ്മൾ സമീപിക്കേണ്ടവരൊക്കെ നമ്മൾ സമീപിച്ചു. അനങ്ങിയിട്ടില്ല. അതൊക്കെ ഒരുതരം എന്താ പറയാ, അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മറ്റെന്തോ ലാഭേച്ഛയോടുകൂടി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു. അതാണ് ഇന്നത്തെ ഈ കാലികമായ ഒരു ചിന്ത എന്ന് പറയുന്നത്. സത്യത്തിൽ നിന്ന് ട്രേഡ് യൂണിയനുകൾ ഉള്ളതാണ്, പണ്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ അവർ എന്ന് പറയുന്നത് അവരാണെങ്കിൽ നയം സ്വീകരിച്ചപ്പോഴാണ് യൂണിയനിലേക്ക് ഈ പെൻഷനേഴ്സ് കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു മഹത്തായ സംഘടന നിലവിലിരുന്നത്. അപ്പൊ നാം ഇവരുടെ വാദിനെ അപ്പോൾ തുറന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നേരെ കോടതിയിൽ പോകും. അങ്ങനെയാണ് നമ്മളെ സ്വാഗത പ്രാസംഗികൻ പറഞ്ഞു, കോടതി പോയ ചരിത്രമൊക്കെ പറഞ്ഞു. കോടതിയിൽ നമ്മൾ നിയമനം വളരെ വിശദമായിട്ട് ബഹുമാനപ്പെട്ട കോടതി ആ നിയമനം പരിശോധിച്ചു. കോടതി കാര്യം മനസ്സിലായി. അതിന്റെ നിയമസാധനത്തിൽ മാത്രമല്ല, നിയമപരമായിട്ട് എന്നും നിലനിൽക്കുന്നതാണത്. കാരണം പ്രതികക്ഷി കരാറും അതിന്റെ സർക്കാർ മാനേജ്മെന്റൊക്കെ എത്ര തട്ടിമുട്ടി പോയാലും നിയമപരമായിട്ട് ഒരു സുപ്രീം കോടതി ചെന്നാലും അത് നിയമപരമായിട്ട് സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന് തന്നെ പറയൂ. അപ്പൊ അതിലെന്താണ് സംഭവിച്ചത്? നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു കാര്യം ചോദിച്ചത് ഇതിന്റെ വശമല്ല, ഇത് സാമൂഹ്യ സുരക്ഷ ഹൈക്കോടതി കണ്ടു. കാരണം ഹൈക്കോടതി കണ്ടുകൊണ്ടിരിക്കുന്നതാണ് KSRTCയുടെ കാര്യം. കാരണം KSRTC പോലെ KSEBിയിലെ പെൻഷൻകാരുടെ അവസ്ഥയും തെളിഞ്ഞുകൊണ്ട് കേരളത്തിന്റെ ചീഫ് സെക്രട്ടറിയെ വിളിച്ച് 4 മാസത്തിനകം നമ്മളുടെ സവിസ്തരം അത് കേട്ടുകൊണ്ട് 4 മാസത്തിനകം അതിന് തീർപ്പ് കൽപ്പിക്കണമെന്ന് പറഞ്ഞാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവിട്ടത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഉത്തരവ് വന്നു. നമ്മളെ ചീഫ് സെക്രട്ടറി കേൾക്കുന്നു, സാധിച്ചില്ല. നമ്മളെ ചീഫ് സെക്രട്ടറി കേട്ടു, കേരള സർക്കാർ നമ്മൾ പറഞ്ഞത് അംഗീകരിച്ചു. അംഗീകരിക്കാതെ വഴിയില്ല, അത് വേറെ കാര്യം. അങ്ങനെ ഈ സെപ്റ്റംബർ മാസം 6-ാം തീയതി അതിന്റെ സർക്കാരിന്റെ പറയുന്നുണ്ട് അതൊക്കെ നടപ്പിലാക്കണം. അതിലെന്ത് പ്രധാനമായിട്ടും നടപ്പിലാക്കണം? നമുക്ക് സുരക്ഷിതമായി പെൻഷൻ തരേണ്ട മാസ്റ്റർ ട്രസ്റ്റ് പുനരുജ്ജീവിപ്പിക്കാൻ. അത് ജീവനില്ല, പിന്നെ ആ വാക്ക് പ്രയോഗിക്കുന്ന തെറ്റാണ്. അത്
ത്രികക്ഷി പറയുന്നത് പോലെ ആനുപാതികമായിട്ട് മാനേജ്മെന്റും സർക്കാരും കാശ് തന്നെ സർക്കാർ കാശ് തന്നിട്ടുണ്ട്. 24% പലിശയോട് കൂടി അതിന്റെ അകത്തേക്ക് വകയിരുത്തണം. നമുക്ക് സുരക്ഷിതമായിട്ട് പെൻഷൻ കിട്ടില്ലേ? അപ്പൊ സാറ് പറഞ്ഞതുപോലെ മരണം വരെ നമുക്കൊക്കെ അഡ്വൈസ് മെമ്മോ കിട്ടിയപ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക? നമ്മൾ ഈ ടെസ്റ്റൊക്കെ കയർ ചെയ്തത് ഇതിന് നമ്മൾ മരണം വരെ നമുക്ക് പെൻഷൻ കിട്ടുമെന്നുള്ളൊരു ഉത്തമ ബോധ്യം ഉണ്ടായിരുന്നുകൊണ്ട് ഇല്ല, അത് സംരക്ഷിക്കപ്പെടുന്നു. അതിൽ ഒപ്പിട്ട അതായത് അന്നത്തെ സാധനമായിരുന്നു. ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പൊ വേറൊരു ശക്തി ഉദയം ചെയ്യണ്ടേ? അതാണ് കൂട്ടായ്മ. അപ്പോ പെൻഷൻകാരുടെ പെൻഷന്റെ സുരക്ഷ. ഇനി ആരോഗ്യ സുരക്ഷ എന്ന് പറയുന്ന ആരോഗ്യ സുരക്ഷ. ഇന്നിപ്പോ ഒരു ഗംഭീര പരിപാടി ഈ മോർത്തിക്കഴിഞ്ഞ് നടക്കുന്നുണ്ട്. അതായത് ഈ കഴിഞ്ഞ 3 വർഷം കൊണ്ട് അറിയോ നമ്മൾ 10 ലക്ഷം തുക നമ്മള് ഈ പെൻഷൻ സമൂഹത്തിന്റെ ഇടയിൽ ആരോഗ്യപരമായിട്ട് ക്ഷമിക്കണം. 20 ആലോചിക്കാൻ കുറവല്ല കേട്ടോ. ഞാൻ 10 അറിയാണ്ട് പറഞ്ഞു. ഒരു നാക്ക് പിട 10 അല്ല 20. ആലോചിച്ച് നോക്കിയാൽ നിമിഷം കൊണ്ട് ഇവ ഒരു വല്ലാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു രോഗിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരാഴ്ച കൊണ്ട് 5 ലക്ഷം രൂപ പിരിച്ച ആൾക്കാരാണ് നമ്മൾ. അതെങ്ങനെയാണ്? എല്ലാവരും അതൊക്കെ സന്തോഷത്തോടെ എന്താണ് ആഹ്ലാദത്തോടെ പറയണം. അത്ര സീരിയസ്കളാണ്. കാശ് കിട്ടും. അതിന് വ്യക്തി ശിക്ഷിക്കരുത് എന്ന് പറഞ്ഞിട്ട് കാശ് തരുന്നവരുണ്ട്. നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് മാസമില്ല. മാസവെല്ലാം കൊടുക്കുന്നത് നമുക്കറിയാലോ അല്ലെ? അതൊന്നും കൊടുക്കുന്നില്ല. ചിലപ്പോ 2000 രൂപ ചിലപ്പോ മുറുക്കാൻ വാങ്ങിക്കാൻ ആ സമയത്ത് നമുക്ക് പ്രശ്നമില്ല, നമുക്ക് പ്രശ്നമില്ല. അപ്പൊ നമ്മളത് എന്ത് ചെയ്യുന്നു? ഈ 3 വർഷം കൊണ്ട് 20 ലക്ഷത്തിലേറെ. പിന്നെ നമുക്ക് വേറൊരു കാര്യം കൂടിയുണ്ട്. പെട്ടെന്ന് ഒരു ചെറിയൊരു എമൗണ്ട് എടുക്കാൻ അത് നമ്മൾ സുസജ്ജരാണ്. യുവാ ഫണ്ട് വളരെ യുവാ ഫണ്ട് ഇവിടെ നമ്മള് എന്താണ് അങ്ങനെ ഒരു ഫണ്ട് ഫോം ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് നമ്മൾ അത് നമ്മൾ അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയതിനു ശേഷം നമ്മൾ അപ്പൊ തന്നെ അത് കൊടുക്കണം. അപ്പൊ ആരോഗ്യപരമായ അതൊരു പ്രവർത്തനമാണ്, അതൊരു കാര്യ പദ്ധതിയാണ്. ആർക്കും എപ്പോഴും എന്തൊരു അത്യാവശ്യം വന്നാലും കൂട്ടായ്മ കൊണ്ടേയുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്താനാണ്. ഇനി 3ാമത് ഞാൻ പറഞ്ഞു, സാമൂഹ്യ സുരക്ഷ എന്ന് പറയുന്നത് ജീവനക്കാരുടെ അല്ലെങ്കിൽ പെൻഷൻ